നമസ്കാരം. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗും ഡയറക്ടറേറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ, ചുരുക്കത്തിൽ നിഡാസ് എന്ന തത്സമയ ബോധവൽക്കരണ പരിപാടിയുടെ 7ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ ഉദ്ദേശം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള രക്ഷിതാക്കളെ വൈകല്യം അനുബന്ധ പ്രശ്നങ്ങളെ പറ്റി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇതൊരു തത്സമയ പരിപാടി ആയതിനാൽ നിഷിൽ എത്തിച്ചേരുന്നവർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള രക്ഷിതാക്കൾക്ക് അതാത് ജില്ലകളിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഓഫീസ് അഥവാ DCPU ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്റർനെറ്റ് സഹായത്തോടു കൂടി ഈ പരിപാടി വീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിഷയം കേൾവിക്കുറവുള്ള കുട്ടികളിൽ ഏർലി ഇന്റർവെൻഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതായത് കേൾവിക്കുറവ് എന്നൊരു അവസ്ഥ കണ്ടുപിടിച്ചാൽ എത്രയും നേരത്തെ അവരുടെ സംസാരവും ഭാഷയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കേൾവിക്കുറവ് എന്ന അവസ്ഥ കുഞ്ഞുങ്ങളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു, സംസാരവും ഭാഷയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം ഇന്ന് സംസാരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നത് നിഷിലെ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം ഫാക്കൽറ്റിയായ മിസ് സപ്നയും മിസ് ജയലക്ഷ്മിയുമാണ്. ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇരുവരെയും ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സപ്ന എന്നാണ്. ഞാൻ നിഷിലെ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമിൻ്റെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏർലി ഇന്റർവെൻഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കേൾവിക്കുറവുള്ള കുട്ടികളിൽ ഏർലി ഇന്റർവെൻഷൻ്റെ പ്രാധാന്യം. അപ്പോൾ ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് വരെ അത്ര സുപരിചിതമായൊരു വാക്കായിരുന്നില്ല. എന്നാൽ ഇന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രലോകത്തിൻ്റെ വികസനവും ഒക്കെ കൊണ്ട് ഏർലി ഇന്റർവെൻഷൻ എന്ന വാക്ക് ഏറെക്കുറെ എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്നൊരു വാക്കാണ്. അപ്പോൾ എന്താണ് ഈ ഏർലി ഇന്റർവെൻഷൻ? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുട്ടികളിലെ വൈകല്യങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്തി അവരുടെ മാനസികവും ശാരീരികവും ബുദ്ധിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് കാലതാമസം വരാതിരിക്കാൻ വേണ്ട പരിശീലനം നൽകുക എന്നതാണ് ഏർലി ഇന്റർവെൻഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഏർലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ, ഏത് തരം വൈകല്യവും, അതിപ്പോൾ കേൾവിക്കുറവാകട്ടെ, അല്ലെങ്കിൽ ഓട്ടിസം ആകട്ടെ, ലേണിംഗ് ഡിസബിലിറ്റി ആകട്ടെ, മെന്റൽ റിട്ടാർഡേഷൻ ആകട്ടെ, എന്ത് തന്നെ ആയാലും ഏതൊരു വൈകല്യവും വളരെ നേരത്തെ തന്നെ കണ്ടെത്തി അതിന് വേണ്ട പ്രതിവിധികൾ, അതായത് അത് ഓവർകം ചെയ്യാനായിട്ട്, അത് മറികടക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ പൂർണ്ണമായും അല്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ആ വൈകല്യത്തെ മറികടക്കാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ ആ ഏർലി ഇന്റർവെൻഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. കേൾവിക്കുറവുള്ള ഒരു കുട്ടിയുടെ ഏർലി ഇന്റർവെൻഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയും നേരത്തെ കേൾവിക്കുറവ് തിരിച്ചറിയുക, പരിശോധന നടത്തി അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുക, മികച്ച ഭാഷാ പരിശീലനം ലഭ്യമാക്കുക, ആശയവിനിമയത്തിനുള്ള ശേഷി കൈവരുത്തുക എന്നതാണ് ഏർലി ഇന്റർവെൻഷൻ. അപ്പോൾ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയുടെ എൻ്റെ കുഞ്ഞിന് കേൾവി കുറവാണ് എന്ന് എത്രയും നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് അതിലെ ഏർലി ഇന്റർവെൻഷനിലെ ഏറ്റവും വിജയകരമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ കുറച്ച് ബോധവതിയാണ് ഇക്കാര്യത്തിൽ എങ്കിൽ എൻ്റെ കുഞ്ഞ് കേൾക്കുന്നുണ്ടോ, ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവൻ ഞെട്ടുന്നുണ്ടോ, ഉറക്കത്തിൽ ശബ്ദം കേൾക്കാൻ അവൻ ഞെട്ടി ഉണരുന്നുണ്ടോ എന്നൊക്കെയുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പാരമ്പര്യമായി കേൾവിക്കുറവുള്ള കുടുംബമാണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ, പ്രസവത്തിന്റെ രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നോ, കുറച്ച് പ്രശ്നമുള്ളതായിരുന്നോ, ഇങ്ങനെയുള്ളതെല്ലാം, അല്ലെ കുഞ്ഞിന് പ്രസവശേഷം മഞ്ഞപ്പിത്തമുണ്ടോ, അമ്മയ്ക്ക് പനിയോ റുബല്ല തുടങ്ങിയ അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇതെല്ലാം ഹൈ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമ്മൾ കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടർമാർ പറയും നിങ്ങളോട് ശ്രദ്ധിക്കണം എന്ന്. എങ്കിലും മാതാപിതാക്കൾ കുറച്ചുകൂടി അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഓഡിയോളജിസ്റ്റിനെ സമീപിച്ച് അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുക, എന്നിട്ട് വേഗം ഭാഷാ പരിശീലനം ആരംഭിക്കുക എന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി കേൾവിക്കുറവ് ഒരു കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു?
എന്നുള്ളത്. പണ്ടൊക്കെ കേൾവിക്കുറവുണ്ടെങ്കിൽ ശരിയാണ്, സൈൻ ലാംഗ്വേജ് ഒക്കെ കാണിച്ചും ആ ഒരു രീതിയിലായിരുന്നു കുട്ടികൾ വളർന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ശാസ്ത്രലോകം ഇത്ര അധികം വികസിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ കുട്ടിയുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റും, അല്ലേ? ഇപ്പം വേണ്ട ഭാഷാ വികസനം എന്ന് പറയുന്ന ഭാഷയിലേക്ക് എത്തണ്ട, പക്ഷെ ഇപ്പോൾ അവന് സാംഗ്യ ഭാഷയാണോ എങ്കിൽ പോലും അത് വളരെ നേരത്തെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ഏർലി ഇന്റർവെൻഷനിൽ കൂടെ ആംഗ്യ ഭാഷാ വികസനവും വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ആകാം. ഏത് തരം ആശയവിനിമയമാണോ അവൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അമ്മമാർ ആഗ്രഹിക്കുന്നത്, അച്ഛന്മാർ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ, അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. അത് ഏർലി ഇന്റർവെൻഷന് വളരെ പ്രാധാന്യമുണ്ട് കാര്യത്തിൽ. കേൾവിക്കുറവ് ഒരു കുട്ടിയുടെ ഭാഷയെയും ആശയവിനിമയ ശേഷിയെയും വളരെയധികം ബാധിക്കുന്നു. എത്രയും നേരത്തെ കുട്ടി ഭാഷ കേട്ടു തുടങ്ങുന്നുവോ അത്രയും നേരത്തെ കുട്ടി വൈകല്യത്തെ അതിജീവിക്കാൻ തുടങ്ങും. അപ്പൊ ഒരു കുട്ടിയുടെ ഭാഷയെയും ആശയവിനിമയ ശേഷിയും വളരെയധികം ബാധിക്കുന്നു കേൾവിക്കുറവ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സാധാരണ ഒരു കുട്ടി അമ്മയുടെ വയറിൽ 5 മാസം പ്രായമാകുമ്പോൾ തൊട്ട് ഭാഷ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുന്നു. അമ്മയുടെ വയറിൽ 5 മാസം പ്രായമാകുമ്പോൾ ശബ്ദം കേട്ടു തുടങ്ങുന്ന കുട്ടി ജനിച്ച് 1 വയസ്സാകുമ്പോൾ മാത്രമേ ആദ്യത്തെ വാക്ക് പറയുന്നുള്ളൂ. അത്രയും നാൾ അവൻ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അമ്മ പറയുന്നത്, അച്ഛൻ പറയുന്നത്, വീട്ടിലുള്ളവർ പറയുന്നത്, പരിസരത്തുള്ളവരുടെ ശബ്ദങ്ങൾ, പ്രകൃതിയിലെ ശബ്ദങ്ങൾ എല്ലാം കേട്ടിട്ടാണ് 1 വയസ്സാകുമ്പോൾ അവന്റെ വായിൽ നിന്ന് ആദ്യത്തെ വാക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പൊ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവന്റെ നഷ്ടങ്ങളാണ്. കാരണം അമ്മയുടെ വയറിൽ വെച്ച് അവൻ ശബ്ദങ്ങൾ കേട്ടില്ല. ജനിച്ച് എന്നാണോ പാരന്റ്സ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് അതുവരെ അവൻ ശബ്ദങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ ഗ്യാപ്പ് നമ്മൾ കുറച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെ? ഇപ്പൊ ജനിച്ച് 1 വയസ്സാവുമ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1.5 വയസ്സ് വരെ കേട്ട ശേഷമാണ് കുഞ്ഞ് സംസാരിച്ചതെന്നാണ്. 1.5 വർഷത്തോളം കേട്ട ശേഷമാണ് കുട്ടി സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അപ്പൊ കേൾവിക്കുറവുള്ള കുട്ടിയോ? കേൾവിക്കുറവുള്ള കുട്ടി അമ്മയുടെ വയറിൽ വെച്ച് കേൾക്കുന്നില്ല, ജനിച്ച് അത് കണ്ടുപിടിക്കുന്നവരെയും അത് കേൾക്കുന്നില്ല. അപ്പൊ എത്രയും വളരെ നേരത്തെ ഏർലി ഇന്റർവെൻഷനിലേക്ക് ഭാഷാ പരിശീലനം ആരംഭിച്ചാൽ നമുക്ക് ആ ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവന്റെ ആശയവിനിമയ ശേഷിയെ ബാധിക്കും. അപ്പൊ ഈ ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യം എന്താണ്? നമുക്കൊരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആശയവിനിമയം ഇല്ലാതെ പറ്റില്ല. മറ്റുള്ളവരോടൊക്കെ സംസാരിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അത് ഏത് ഭാഷയിൽ കൂടെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മാനസികമായിട്ടും നമ്മുടെ വ്യക്തിപരമായിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് ബാധിക്കും. അതൊരു തരം ഫ്രസ്ട്രേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എല്ലാത്തിനോടും ഒരു ദേഷ്യം, അമ്മ പറയുന്നത് അനുസരിക്കാൻ വയ്യ, വീട്ടുകാർ പറയുന്നത് അനുസരിക്കാൻ വയ്യ, അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്വഭാവ രീതിയിലേക്ക് കേൾവിക്കുറവുള്ളവരെ കൊണ്ടെത്തിക്കും. അപ്പൊ അത് ആശയവിനിമയം നടന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ സമൂഹത്തിലും അങ്ങ് ഒറ്റപ്പെടും, അല്ല? അവന്റെ ഈ സ്വഭാവങ്ങളൊക്കെ കൊണ്ട് തന്നെ കൂട്ടുകാരാകട്ടെ, വീട്ടുകാരാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ അവനെ പതുക്കെ ഒറ്റപ്പെടുത്തും. അതിന്റെ ഫലം എന്താണ്? തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അവൻ്റെതായ കഴിവുകളുണ്ട്, അവൻ്റെതായ വ്യക്തിത്വമുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ആ കഴിവുകൾ അത് അവന് പുറത്തെടുക്കാൻ പറ്റാതെ വരുന്നു. അത് സമൂഹത്തിനും അവന് തന്നെയും അവന്റെ കുടുംബത്തിനും ഏറ്റവും വലിയ നഷ്ടങ്ങളാണ്. അത് ഒരാളിൽ നിന്നാണെങ്കിൽ പലരിൽ നിന്നാകുമ്പോഴോ തീർച്ചയായിട്ടും സമൂഹത്തിന് അത് വലിയൊരു നഷ്ടമാണ്. ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആശയവിനിമയ ശേഷി വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം വളരെ നേരത്തെ ഭാഷ കേട്ടു തുടങ്ങിയാൽ തീർച്ചയായും കുട്ടികൾ അത് അതിജീവിക്കും. ഇനി അടുത്തത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എപ്പോഴാണ് ഏർലി ഇന്റർവെൻഷൻ തുടങ്ങേണ്ടത് എന്നുള്ളത്, അല്ലെ? 3 വയസ്സിന് മുൻപുള്ള കാലമാണ് ഭാഷ മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായ പ്രായം. 3 വയസ്സിന് ശേഷം ഈ കഴിവ് തലച്ചോറിൽ കുറഞ്ഞു വരുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്ന് വെച്ചാൽ 3 വയസ്സിന് ശേഷം എൻ്റെ കുഞ്ഞിന് ഭാഷ മനസ്സിലാകത്തില്ലേ എന്ന് ചോദിച്ചാൽ മനസ്സിലാകും. 12 വയസ്സ് വരെയും ഒരു ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ തലച്ചോറിന്റെ കഴിവ് സ്ലോ ആയിരിക്കും, വളരെ വേഗത കുറഞ്ഞതായിരിക്കും. 3 വയസ്സിന് മുമ്പ് നമുക്ക് വളരെ വേഗം ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും. അതിനെ ക്രിട്ടിക്കൽ പീരീഡ്, അതായത് ജനിച്ച് 3 വയസ്സുള്ള സമയത്തിനെ ക്രിട്ടിക്കൽ പീരീഡ് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ആ സമയത്ത് തലച്ചോറിന് ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും നേരത്തെ 3 വയസ്സിന് മുൻപ് കുട്ടി ഭാഷ പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്നത്. ഇപ്പൊ എഴുതിയിട്ടുണ്ട്, 6 മാസത്തിന് മുൻപ് ഹിയറിംഗ് എയ്ഡ് വെച്ച് ഭാഷാ പരിശീലനം ആരംഭിക്കുന്ന കുട്ടിക്ക് എല്ലായ്പ്പോഴും അവന്റെ അതേ പ്രായത്തിലുള്ള കേൾവിയുള്ള ഒരു കുട്ടിയുടെ ഭാഷാജ്ഞാനവും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും.
തീർച്ചയായിട്ടും. കാരണം ജനിച്ച 6 മാസത്തിനകം എന്ന് പറയുമ്പോൾ അമ്മയുടെ വയറ്റിലായിരുന്ന സമയവും ജനിച്ച സമയവും വളരെ കഴിഞ്ഞിട്ടുള്ള ആ ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 6 വയസ്സിന്റെ ആ വ്യത്യാസം അല്ലെങ്കിൽ 9 മാസത്തിന്റെ ആ വ്യത്യാസം വളരെ പെട്ടെന്ന് അച്ഛനമ്മമാർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഏർലി ഇന്റർവെൻഷൻ സെന്ററിലാണ് നിങ്ങൾ എത്തിയത്. നല്ല അധ്യാപികയുടെ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ അതുപോലെ അനുസരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവന്ന് അവന്റെ അതേ പ്രായത്തിൽ, അവന് 3 വയസ്സാകുമ്പോൾ 3 വയസ്സുള്ള കേൾവിയുള്ള ഒരു കുട്ടിയുടെ ഭാഷാജ്ഞാനവും അറിവും കിട്ടും. 5 വയസ്സാകുമ്പോൾ 5 വയസ്സായ ഒരു കുട്ടിയുടെ ഭാഷാജ്ഞാനത്തിലേക്ക് അവൻ എത്തിച്ചേരും. അതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വളരെ നേരത്തെ ഏർലി ഇന്റർവെൻഷൻ തുടങ്ങിയത് കൊണ്ടാണ്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യം ഇപ്പോഴേ പറയുന്നു, ഹിയറിംഗ് എയ്ഡ് വെച്ചു, ഭാഷാ പരിശീലനത്തിന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അധ്യാപികയുടെ മാർഗനിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കാൻ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിയറിംഗ് എയ്ഡ് ഓഡിയോളജിസ്റ്റ് നിർദ്ദേശിച്ച പ്രകാരമല്ല നിങ്ങൾ വെച്ചിരിക്കുന്നത്, നിങ്ങൾ ബാറ്ററി മാറ്റാൻ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയുടെ, കേൾവിയുള്ള കുട്ടിയുടെ ഭാഷാജ്ഞാനം ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയത്തില്ല. അങ്ങനെ ഉണ്ടാകാൻ പറ്റത്തില്ല. ഈ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായും 6 മാസത്തിന് മുൻപ് ഹിയറിംഗ് എയ്ഡ് വെച്ച കുട്ടിക്ക് അവന്റെ അതേ പ്രായത്തിലുള്ള കേൾവിയുള്ള ഒരു കുട്ടിയുടെ ഭാഷാജ്ഞാനം ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ഒരു ഏർലി ഇന്റർവെൻഷൻ ടീം എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ് എന്ന് നമ്മൾ ആദ്യം കുഞ്ഞിന് കേൾവിക്കുറവുണ്ട് എന്നറിയുമ്പോൾ ആദ്യം നിങ്ങൾ ചെല്ലുന്നത് ഒരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്താണ്. ഓഡിയോളജിസ്റ്റ്, വിദഗ്ധയായ ഓഡിയോളജിസ്റ്റ് നിങ്ങളുടെ കുഞ്ഞിന്റെ കേൾവിക്കുറവ് പരിശോധിച്ച് എത്ര കേൾവിക്കുറവാണ്, എത്ര dB കേൾവിക്കുറവാണ് നിങ്ങളുടെ കുഞ്ഞിനുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. എന്നിട്ട് ഏത് തരം ശ്രവണ സഹായിയാണ് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ആ ശ്രവണ സഹായി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇനി ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്. എല്ലാ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമിലും ഒരു സോഷ്യൽ വർക്കറിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഏത് തരത്തിലുള്ള സേവനമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് തിരിച്ചറിയുകയും നിങ്ങളെ നയിക്കേണ്ടതുപോലെ നയിക്കുകയും നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത് ഒരു സോഷ്യൽ വർക്കറാണ്. ഇനി സൈക്കോളജിസ്റ്റ്. ഇപ്പൊ കുഞ്ഞിന് കേൾവിക്കുറവുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യം ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു അച്ഛനും അമ്മയുടെയും മാനസിക നില വളരെ പരിതാപകരമാണ്. നമുക്ക് വളരെ വിഷമകരമായ ഒരു സംഗതിയാണ് നമ്മുടെ കുഞ്ഞിന് ശരിക്കും പറഞ്ഞ ഒരു ചെറിയ പനി വന്നാൽ പോലും അച്ഛനും അമ്മയും തളർന്നു പോകും, അല്ലെ? അപ്പൊ കേൾവിക്കുറവെന്ന് പറയുന്നത് ആജീവാനന്തമുള്ള അവൻ നേരിടേണ്ട ഒരു പ്രശ്നമാണ്. അത് നമുക്ക് രോഗമല്ല, നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേൾവിക്കുറവ്, എൻ്റെ കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെന്ന് അറിയുമ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായും തകർന്നു പോകും. അപ്പൊ ആ മാനസിക നില നിങ്ങളെ തരണം ചെയ്യിക്കുന്നതിന് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം വളരെ അത്യാവശ്യമാണ്. സൈക്കോളജിസ്റ്റ് തുടർച്ചയായ കൗൺസിലിങ്ങിൽ കൂടി നിങ്ങളുടെ ആ മനോനില തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ ഏർലി ഇന്റർവെൻഷന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞിനെ പ്രാപ്തനാക്കണം, അല്ലെ? അതിന് വേണ്ട അത് എങ്ങനെയായിരിക്കണം, ആ കുഞ്ഞിനെ അതിലേക്ക് സജ്ജമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി അധ്യാപിക, നിങ്ങൾ ഏർലി ഇന്റർവെൻഷൻസ് പ്രോഗ്രാമിലേക്ക്, ഭാഷാ പരിശീലനത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ്. ആ ഭാഷാ പരിശീലനം ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും അത് മാതൃകയായി അത് ഓരോന്നും കാണിച്ചു തന്ന് നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നത് അധ്യാപികയാണ്. അധ്യാപികയ്ക്കും ഓഡിയോളജിസ്റ്റിനും സോഷ്യൽ വർക്കർക്കും സൈക്കോളജിസ്റ്റും എല്ലാം ഏർലി ഇന്റർവെൻഷനിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അടുത്തത് മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞു ഈ പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട പങ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളും കുഞ്ഞും ഉൾപ്പെട്ട ടീമാണ്. ഈ പറയുന്നവരെല്ലാം, ഓഡിയോളജിസ്റ്റിനാകട്ടെ, സോഷ്യൽ വർക്കർക്കാകട്ടെ, സൈക്കോളജിസ്റ്റിനാകട്ടെ, അധ്യാപികക്കാകട്ടെ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനേ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാനേ പറ്റൂ. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ നന്നായി അവരുടെ വാക്കുകൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുഞ്ഞിന്റെ ഏർലി ഇന്റർവെൻഷനിൽ വിജയിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങളാണ്. ഇനിയിപ്പോൾ പറഞ്ഞു ഏർലി ഇന്റർവെൻഷനിൽ എത്തിപ്പെടുമ്പോൾ ഭാഷാ പരിശീലനത്തിനാണ് നിങ്ങൾ ഏർലി ഇന്റർവെൻഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഷാ പരിശീലന രീതികൾ പ്രധാനമായും എത്ര തരമാണ് എന്ന് നമുക്ക് നോക്കാം.
പ്രധാനമായും 2 തരം ഭാഷാ പരിശീലന രീതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് ഓഡിറ്ററി ഓറൽ പ്രോഗ്രാം, മറ്റത് ഓഡിറ്ററി വെർബൽ പ്രോഗ്രാം. നിങ്ങളൊരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്തെത്തുമ്പോൾ ഓഡിയോളജിസ്റ്റ് നിർദ്ദേശിക്കും ഈ കുഞ്ഞിന് ഏത് തരം പ്രോഗ്രാമാണ് നല്ലത്. ഓഡിറ്ററി ഓറൽ പ്രോഗ്രാം ആണോ ഓഡിറ്ററി വെർബൽ പ്രോഗ്രാം ആണോ ഈ കുഞ്ഞിന് നല്ലത് എന്നുള്ളത് ഒരു ഓഡിയോളജിസ്റ്റാണ് നിർദ്ദേശിക്കുന്നത്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഓഡിറ്ററി ഓറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ശ്രവണ സഹായിയുടെ സഹായത്താൽ കുട്ടിയിൽ അവശേഷിക്കുന്ന കേൾവി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ആവശ്യമെങ്കിൽ ചുണ്ടുകളുടെ ചലനങ്ങളും ശ്രദ്ധിപ്പിച്ച് ഭാഷാ വികസനം നടത്തുന്ന രീതിയാണ്. അതായത് എത്ര കേൾവിക്കുറവുണ്ട് എന്ന് പറഞ്ഞാലും അവരിൽ ഒരല്പം കേൾവിക്കുറവ് അവശേഷിക്കും. അപ്പോൾ ഒരു തീപ്പൊരി നമ്മൾ ഊതി പൊലിപ്പിച്ചെടുക്കുന്നത് പോലെയാണ് ശ്രവണ സഹായി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരല്പമുള്ള കേൾവിയെ ശ്രവണ സഹായി കുറച്ചുകൂടെ ഉച്ചത്തിലാക്കി കുഞ്ഞിനെ കേൾപ്പിക്കുന്നു. അതാണ് നമ്മുടെ ഹിയറിംഗ് എയ്ഡ് ചെയ്യുന്നത്, ശ്രവണ സഹായി ചെയ്യുന്നത്. അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നു. പക്ഷേ ശ്രവണ സഹായി വെച്ച് കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ ഊതിപ്പൊലിപ്പിച്ചെടുക്കുന്നത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലെ കുഞ്ഞിനെ കേൾക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവന് ടീച്ചറിന്റെ ചുണ്ടുകളുടെ ചലനങ്ങളും കൂടി അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും ചുണ്ടുകളുടെ ചലനങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അതിപ്പോൾ ഭാഷ കേട്ട് കഴിഞ്ഞാൽ നന്നായി കേൾക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ചുണ്ടിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണം എന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും എൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത്, എൻ്റെ ചുണ്ടുകൾ എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ശ്രവണശേഷിയുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്കുകൾ വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചുണ്ടുകളിലൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ അതിൽ വെച്ച് നിങ്ങൾ കുറേ വാക്കുകൾ മനസ്സിലാക്കും. അപ്പോൾ കേൾവിക്കുറവുള്ള ഒരു കുട്ടി ഓഡിറ്ററി ഓറൽ പ്രോഗ്രാമിന് വരുന്ന കുട്ടി അവൻ നന്നായി അവൻ്റെ ശ്രവണശേഷി ഉപയോഗിക്കുന്നത് വരെ ചിലപ്പോൾ ചുണ്ടുകളുടെ ചലനങ്ങളും കൂടി ശ്രദ്ധിക്കും. ഇനി ഓഡിറ്ററി വെർബൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കേൾവിയിൽ കൂടി മാത്രം ഭാഷ വികസിപ്പിക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ചിത്രത്തിൽ കാണാം, ആ കുട്ടി ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, ആ കുട്ടിയുടെ വശത്തിരുന്നാണ് ടീച്ചർ സംസാരിക്കുന്നത്. അപ്പോൾ കേൾവിയിൽ കൂടി മാത്രമാണ് കുഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതലും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് വളരെ നന്നായി കേൾക്കാൻ പറ്റുന്ന കുട്ടികൾക്കുമാണ് നമ്മൾ ഓഡിറ്ററി വെർബൽ പ്രോഗ്രാം ഓഡിയോളജിസ്റ്റ് നിർദ്ദേശിക്കാറുള്ളത്. അപ്പം ഓഡിറ്ററി ഓറൽ പ്രോഗ്രാം എന്ന് തുടക്കത്തിൽ നമ്മൾ ഇതുപോലെ ഒറ്റയ്ക്കിരുത്തിയായിരിക്കും എടുക്കുന്നതെങ്കിലും ക്രമേണ ടീച്ചർ അഭിമുഖമായിട്ടിരുന്നാണ് അവർക്കൊക്കെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള സെഷൻസ് ആയിരിക്കും. പക്ഷെ ഓഡിറ്ററി വെർബൽ പ്രോഗ്രാം എല്ലായ്പ്പോഴും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഒറ്റ കുട്ടിയെ വെച്ചാണ് ചെയ്യുന്നത്. അത് ടീച്ചർ വശത്തിരിക്കും. ടീച്ചറിന്റെ അതേ റോൾ ഏറ്റെടുക്കാൻ അമ്മ വശത്തുണ്ടാകും. ടീച്ചർ എങ്ങനെ ചെയ്യണം എന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, അമ്മയാണ് ഒരു ക്ലാസ് നയിക്കുന്നത് അവിടെ. അതാണ് ഓഡിറ്ററി ഓറൽ പ്രോഗ്രാമും ഓഡിറ്ററി വെർബൽ പ്രോഗ്രാമും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഭാഷാ പരിശീലനം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് തുടങ്ങാൻ പോകുന്നത് എന്നാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ഭാഷാ പരിശീലനം ആരംഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഭാഷാ പരിശീലനം ആരംഭിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ അവ്യക്തമായ ശബ്ദങ്ങളെയും പ്രതികരണത്തെയും മനസ്സ് തുറന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതായത് ജനിച്ച് ഒരു 5-6 മാസം പ്രായമാകുമ്പോൾ തന്നെ കുഞ്ഞ് ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും, അല്ലേ? 4-5 മാസം ആകുമ്പോഴത്തേനും കൂഹാ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. അവനത് കൂടുതൽ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവന് കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമാണ്. പക്ഷെ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തും, കാരണം അവന് തിരിച്ചൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. പക്ഷേ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിയുമ്പോൾ അവൻ എന്ത് ശബ്ദമാണോ ഉണ്ടാക്കുന്നത് അത് നമ്മൾ തിരിച്ചും അതുപോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവൻ എന്തോ ആശയവിനിമയം നിങ്ങളോട് നടത്തുകയാണ്, നിങ്ങളോട് എന്തോ പറയാനുണ്ട് അവന്. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ കൂടുതൽ ആ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ അവൻ താല്പര്യപ്പെടും, കേട്ടോ. പിന്നെ കുട്ടിയോട് പേര് വിളിച്ച് സംസാരിക്കുക. മോൾ, ചക്കര, വാവ തുടങ്ങിയ ഓമന പേരുകൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കും. ഇപ്പൊ ഏതൊരമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും അല്ലെങ്കിൽ ആരുടെയും ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞിനെ മോളെ അല്ലെങ്കിൽ ചക്കരയും വാവയും എന്നൊക്കെ നമ്മുടെ കുഞ്ഞാണത്, അത് നമ്മൾ അങ്ങനെ വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ അവൻ്റെ പേര് മനസ്സിലാക്കിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടതായിട്ട്, കുറച്ച് ത്യാഗമൊക്കെ നമ്മൾ സഹിക്കണം. കാരണം അവനെ ഇപ്പം ഒരാൾ മോളേന്ന് വിളിക്കുന്നു, ഒരാൾ ചക്കരയെന്ന് വിളിക്കുന്നു, ഒരാൾ വാവയെന്ന് വിളിക്കുന്നു, ഒരാൾ ആവണിയെന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് എൻ്റെ യഥാർത്ഥ പേര്?
എന്ത് വിളിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ തിരിഞ്ഞു നോക്കേണ്ടത്, ശരിക്കും അറ്റൻറ്റീവ് ആകേണ്ടത്, അതവന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ കേട്ട് അവൻ്റെ പേര് എന്താണ് രാജു എന്നാണ് എന്നും മനസ്സിലാക്കി അവൻ ശബ്ദങ്ങളോട് പ്രതികരിച്ച് അല്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കി വരും തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവനെ മോനേന്നും ചക്കരയെന്നും ഒക്കെ വിളിക്കാം. കാരണം അവനറിയാം ഇതെല്ലാം വിളിക്കുന്നത് അമ്മ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന വാക്കുകളാണ് എന്ന് മനസ്സിലാക്കാം. ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാം. അതുവരെ അവരെ അവരുടെ പേര് തന്നെ വിളിക്കാൻ ദയവായി ശ്രദ്ധിക്കണം. ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കണം. ശബ്ദത്തിന്റെ ഉറവിടം കാണിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, എനിക്ക് പരിചിതമല്ലാത്ത ഒരു ശബ്ദമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാതെ എന്തിന്റെ ശബ്ദമാണ്, എന്തിന്റെ ശബ്ദമാണ് അത്, ഇന്ന ഓബ്ജക്റ്റിൽ നിന്ന് ഇന്ന വസ്തുവിൽ നിന്നുണ്ടായ ശബ്ദമാണെന്ന് ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഏത് അവസരത്തിൽ ഞാൻ അത് കേട്ടാലും എനിക്ക് മനസ്സിലാവും, ഓ ഇത് ഞാൻ അന്ന് കേട്ടതാണല്ലോ, അപ്പൊ അതിന്റെ ആയിരിക്കും. പക്ഷെ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൻ കേൾക്കുന്ന വസ്തുവിന്റെ പേര്, എന്ത് ശബ്ദമാണോ കേട്ടത് ആ വസ്തുവിന്റെ ഉറവിടം, നിങ്ങളിപ്പോ കാക്ക കരഞ്ഞ ശബ്ദമാണെങ്കിൽ കാക്കയെ കാണിച്ചു കൊടുക്കും. കാ എന്ന് കേട്ടല്ലേ അമ്മ, ആ ശബ്ദം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി ഈ കാക്ക ഉണ്ടാക്കിയ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇപ്പൊ കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാകട്ടെ, തേങ്ങ ചിരകുന്ന ശബ്ദമാകട്ടെ, അല്ലെങ്കിൽ മിക്സിയുടെ ശബ്ദമാകട്ടെ, വീട്ടിലുള്ള എന്തിന്റെ ശബ്ദവും, പുറത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബസ്സിന്റെ ശബ്ദം, അല്ലെങ്കിൽ കോഴിയുടെയും പട്ടിയുടെയും ഒക്കെ ശബ്ദങ്ങൾ എല്ലാം നമുക്ക് അവനെ ശ്രദ്ധിപ്പിക്കാം. അതിന് ആദ്യം അമ്മ ചെയ്യേണ്ടത് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അമ്മ ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് അമ്മ പറയണം. കാരണം അപ്പോഴാണ് അവൻ ശബ്ദങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഇപ്പൊ നമ്മൾ വളരെ കോൺഷ്യസ് ആയ മാത്രമേ നമ്മളെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ നമ്മൾ തിരിച്ചറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാകാം. അതത്രയും ബോധവതിയല്ല. കാരണം നിങ്ങൾ ഇപ്പൊ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് അത് ശ്രദ്ധിക്കും. അപ്പൊ കേൾവിക്കുറവുള്ള കുട്ടിയെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് അലർട്ട് ചെയ്യേണ്ടത്, എന്ന് അവനെ ബോധവാനാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാണ്. അവനെ ജാഗരൂകനാക്കണം. ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ആ ശബ്ദങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നതൊപ്പം പുറത്ത് കൊണ്ടുപോയി അത് എന്തിന്റെ ശബ്ദമാണ് എന്ന് അവനെ കാണിക്കുകയും വേണം. ഇനി അടുത്തത്, ചെറിയ ചെറിയ വാക്യങ്ങളിൽ കുഞ്ഞിന് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായി സംസാരിക്കണം. അതായത് കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ 4-5 വാക്കുകളുള്ള വാക്യങ്ങൾ കുറച്ച് വേഗതയിലൊക്കെയാണ് പറയുന്നത്. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭാഷയില്ല, അവൻ ഭാഷ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ അവന് മനസ്സിലാകണമെങ്കിൽ ആ വാക്കുകൾ അമ്മ വ്യക്തമായിട്ടായിരിക്കണം അവനോട് പറയേണ്ടത്. 2-3 വാക്കുകൾ ചേർന്ന ചെറിയ വാക്യങ്ങളിലാണ് സംസാരിക്കേണ്ടത്. അതിൽ അത്യുച്ചത്തിലോ അല്ലെങ്കിൽ വേഗത കുറച്ചോ ഇഴച്ചോ പിന്നെ വളരെ പതുക്കെയോ ഒന്നും അവനോട് സംസാരിക്കരുത്. അവനോട് സംസാരിക്കുന്നത് സാധാരണ പോലെ ആയിരിക്കണം, പക്ഷെ കുറച്ച് കെയർഫുൾ ആവണം. അവനത് നമ്മൾ പറയുന്നത് വ്യക്തമാകണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമെല്ലാം അവൻ നന്നായി ശ്രദ്ധിച്ചു വരുന്നത് വരെ അവൻ്റെ 1 മീറ്റർ ചുറ്റളവിൽ നിന്നുള്ള ഭാഷ മാത്രമേ, ശബ്ദങ്ങൾ മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ദൂരെ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കണം എന്നില്ല. അവിടെയാണ് കേൾവിയുള്ള ഒരു കുട്ടിയും കേൾവിക്കുറവുള്ള കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. കേൾവിയുള്ള ഒരു കുട്ടി വളരെ അയൽപ്പക്കത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അടുത്ത വീട്ടിലുള്ളവർ പറയുന്ന കാര്യം, മീൻസ് അടുത്തിരിക്കുന്ന ഒരാൾ പറയുന്ന കേൾക്കും. അടുക്കളയിൽ നിന്ന് അമ്മ പറയുന്ന ഒച്ച കേൾക്കും, വാഹനങ്ങൾ പോകുന്ന ഒച്ച കേൾക്കും. പക്ഷെ കേൾവിക്കുറവുള്ള ഒരു കുട്ടി അവൻ്റെ ചുറ്റും 1 മീറ്റർ ചുറ്റളവിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ വ്യക്തമായി കേൾക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവൻ കേൾക്കണമെന്ന് വിചാരിച്ച് അവൻ്റെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ശബ്ദങ്ങളുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് പറയാതിരിക്കാൻ വയ്യ. കേൾവിയുള്ള ഒരു കുട്ടി ഇപ്പോൾ ഒരു വാക്ക് 40 പ്രാവശ്യമെങ്കിലും, 40 പ്രാവശ്യത്തിൽ കൂടുതൽ കേൾക്കുമ്പോൾ, പലരും പറഞ്ഞ് പല അവസരത്തിൽ അവൻ അത് കേൾക്കുമ്പോഴാണ് ആ വാക്ക് അവൻ മനസ്സിലാക്കുന്നത്, അതിൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനത് പറയാൻ തുടങ്ങും. പക്ഷെ കേൾവിക്കുറവുള്ള ഒരു കുട്ടി ഈ 40ന്റെ സ്ഥാനത്ത് 400-ലധികം പ്രാവശ്യം കേട്ടാൽ മാത്രമേ ആ വാക്ക് മനസ്സിലാക്കുകയുള്ളൂ. പിന്നെയും കേട്ടാൽ മാത്രമേ അവനത് പറയാൻ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് പിടിച്ചിരുത്തി ഇത് ബസ് 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 400 പ്രാവശ്യം പറയുക അല്ല വേണ്ടത്. അത്
അവൻ എപ്പോഴൊക്കെ അത് കാണുന്നോ, എപ്പോഴൊക്കെ അവൻ ആ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നോ, എപ്പോഴൊക്കെ പുറത്തു പോയി ബസ്സിൽ കയറുന്നോ, അപ്പോഴെല്ലാമാണ് ഈ ബസ് എന്ന് പറയണത്. അപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പം പറയാം എന്നുള്ളതല്ല. എൻ്റെ കുഞ്ഞിനെ ഇന്ന ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് അർത്ഥവത്തായിട്ടും സന്ദർഭത്തിന് യോജിച്ച രീതിയിലും അവനോട് സംസാരിക്കണമെന്നും, കുഞ്ഞ് നിങ്ങളെ നോക്കുമ്പോഴെല്ലാം നിങ്ങളോട് സംസാരിക്കണമെന്നും, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കണമെന്നും ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് അറിഞ്ഞൂടാത്തത്, എന്തിനെക്കുറിച്ചാണ് അവന് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കേ അറിയാവൂ, അല്ലേ? ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കുഞ്ഞിന് അറിയാമോ? അപ്പൊ അത് പറയാൻ വേണ്ട അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഇപ്പൊ ആഹാരം കൊടുക്കുന്ന സമയത്ത് രാവിലെ കുളിച്ച കാര്യമോ അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന കളിപ്പാട്ടത്തിന്റെ കാര്യമോ അല്ല പറയേണ്ടത്. ആ സമയത്ത് ആ കഴിക്കുന്ന ആഹാരത്തിനെ കുറിച്ച്, അവൻ കഴിക്കുന്നത് ചോറാണ്, അമ്മ ചോറ് ഉരുട്ടുന്നു, വാ തുറക്ക്, അമ്മ വായിൽ വെച്ച് തരാം, അല്ലെങ്കിൽ കറിക്ക് എരിവുണ്ടല്ലേ, അമ്മയ്ക്ക് എരിയുന്നു, ഇങ്ങനെയുള്ള ആ ആഹാരത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അത് ആ സന്ദർഭത്തിന് ഏറ്റവും യോജിച്ചതാകണം. പിന്നെ നിങ്ങളോട് നോക്കുമ്പോഴെല്ലാം അവനോട് സംസാരിക്കണം. കാരണം ചിലരുണ്ട്, കുഞ്ഞെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കും. കുഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ കുഞ്ഞിനെ നോക്കി ചിരിക്കും. ക്രമേണ അവൻ കുഞ്ഞാണെങ്കിൽ അവന് ബുദ്ധിയുണ്ട്, അല്ലെ? കുട്ടികൾക്കെല്ലാം അവരുടേതായ ബുദ്ധിയുണ്ട്. അവർ വിചാരിക്കും അമ്മ എന്നെ വെറുതെ വിളിക്കുന്നതാണ്, ഞാൻ തിരിഞ്ഞു നോക്കണ്ട. അപ്പൊ കുഞ്ഞ് നിങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനോട് പറയാൻ ഒരു കാര്യം ഉണ്ടാകണം. കുഞ്ഞ് നിങ്ങളോട് നോക്കുമ്പോൾ അവനൊരു സാധനം കണ്ടിട്ട് അല്ലെങ്കിൽ അവനൊരു കാര്യം ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങളെ നോക്കുന്നത്. അതെന്താണെന്ന് ഊഹിക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അമ്മ എപ്പോഴും സജ്ജയായിരിക്കണം. ഇനി നമ്മൾ ഭാഷയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് ഭാഷയെ ഞാൻ നേരത്തെ പറഞ്ഞു, കുഞ്ഞ് കുറേ മനസ്സിലാക്കിയ ശേഷം മാത്രമേ സംസാരിക്കാൻ തുടങ്ങുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ ഭാഷയെ നമ്മൾ രണ്ടായി തരംതിരിക്കുകയാണ്. കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷ, ദാറ്റ് ഈസ് റിസപ്റ്റീവ് ലാംഗ്വേജ്, ആൻഡ് കുട്ടി പറയുന്ന ഭാഷ, അതായത് എക്സ്പ്രസീവ് ലാംഗ്വേജ്. ഇത് രണ്ടും. അപ്പം ഈ റിസപ്റ്റീവ് ലാംഗ്വേജ്, അതായത് ഭാഷ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കുട്ടി അത് ഉച്ചരിക്കാൻ തുടങ്ങുകയുള്ളൂ. പല അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരുടെയും ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഹിയറിംഗ് എയ്ഡ് വെച്ചല്ലോ, ഇനി കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെ പോലെയായി സംസാരിക്കാം. ഇനി അവനെന്താ, പറ അമ്മ, അല്ലെങ്കിൽ ചോറ് വേണം, പറയ അവനെ കൊണ്ട് പറയിക്കും. പറയിക്കുകയല്ല വേണ്ടത്, അത് ആദ്യം അവൻ ആ വാക്കുകൾ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൻ അറിയണം. അതിനുശേഷം തനിയെ അവൻ അറിയാതെ തന്നെ അവൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ വീഴും. അപ്പൊ പലരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് നല്ല ശ്രവണശേഷിയുണ്ട്, എൻ്റെ മുമ്പേ ഇപ്പൊ കന്നഡ ഭാഷക്കാർ ഒരാൾ വന്നിരുന്ന് കുറേ സംസാരിക്കുന്നു, അത് കേട്ടാൽ ഉടനെ എനിക്കത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. എത്രയോ നാളത് കേട്ടാൽ മാത്രമാണ് ഈ വാക്ക് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിനെങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് മറ്റൊരു ഭാഷയാണ്. കേൾവിക്കുറവുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ അവസ്ഥയിലാണ്. അവൻ കേൾക്കുന്ന ഭാഷ മനസ്സിലാക്കി വരാൻ അവൻ ഒരുപാട് സമയമെടുക്കും. അത്രയും സമയം നമ്മൾ വളരെ സമചിത്തതയോട് കൂടി, ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുൻപോട്ട് പോകണം. ഇനി സാധാരണ ഒരു കുട്ടി മനസ്സിലാക്കുന്ന ഭാഷയുടെയും സംസാരിക്കുന്ന ഭാഷയുടെ അനുവാദം ഇതാണ്. അതായത് 1.5 വയസ്സാകുമ്പോൾ കേൾവിയുള്ള ഒരു കുട്ടി 50 വാക്കുകൾ മനസ്സിലാക്കുമെങ്കിൽ അവൻ 10 വാക്കുകളെ ആ സമയത്ത് 1.5 വയസ്സിൽ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ 2.5 വയസ്സിൽ 250 മുതൽ 300 വാക്കുകൾ വരെ മനസ്സിലാക്കുന്ന സമയത്ത് 30 വാക്കുകളെ അവൻ പറയുള്ളൂ. അപ്പോൾ 4.5 വയസ്സാകുമ്പോൾ 2000 വാക്കുകൾ വരെ ഒരു കുട്ടി മനസ്സിലാക്കും എന്നാണ്. പക്ഷെ അപ്പോഴും ഒരു 800 വാക്കുകളെ പറയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന വാക്കുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പക്ഷെ എല്ലാ വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ അറിയണം എന്നില്ല. അപ്പോൾ കേൾവിക്കുറവുള്ള കുട്ടി ഈ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി ഭാഷാ വികസനം ഇപ്പൊ ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞു. ഈ രീതികൾക്കകത്ത് ഭാഷ വികസിപ്പിക്കാനുള്ള ചില സൂത്രങ്ങളുണ്ട്, ചില ടെക്നിക്സുകളുണ്ട്. നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കളികൾ ഏറ്റവും രസകരമായ ഒരു സംഗതിയാണ് ഭാഷാ വികസനത്തിന് കളികൾ. കാരണം ഏതൊരു കുട്ടിയും കളിക്കാൻ ഇഷ്ടപ്പെടും. ആ കളിക്കാനുള്ള അവസരം എങ്ങനെ മുതലെടുക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കളികളിൽ കൂടി ഭാഷ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാകണം. അതിന് അമ്മ എപ്പോഴും കുട്ടിയോടൊപ്പം ഉണ്ടാവുകയും വേണം. കാരണം ഈ ഒരു പ്രായത്തിലൊക്കെ അമ്മമാരെപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒപ്പം ഉണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ അമ്മയെപ്പോലെ അതേ റോൾ, അതേ ഇമ്പോർട്ടൻസിനോട് കൂടി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാൾ വേണം.
കാരണം ഒരു അമ്മയ്ക്ക് മാത്രമേ ക്ഷമയോടുകൂടി തൻ്റെ കുഞ്ഞിനോട് ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മ വേണം എന്ന് നിർബന്ധിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പന്ത് ഉരുട്ടി കളിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന് അത് പന്താണ്, ഞാനത് ഉരുട്ടുകയാണ്, അല്ലെങ്കിൽ എറിയുകയാണ്, അല്ലെങ്കിൽ പന്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ്, വയ്ക്കുകയാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അറിയത്തില്ല. അമ്മ ചെയ്യുന്നത് കണ്ടാൽ അതുപോലെ അവനും ചെയ്യും. പക്ഷെ ആ വാക്കുകൾ എന്തൊക്കെയാണ്? എറിയൂ എന്ന് പറഞ്ഞാൽ എറിയണം, ഈ പ്രവൃത്തിയാണ് എറിയുന്നു എന്ന് പറയുന്നത്, ഈ പ്രവൃത്തിയാണ് ഉരുട്ടുന്നു എന്ന് പറയുന്നത്. അങ്ങനെ അവൻ മനസ്സിലാക്കണമെങ്കിൽ അമ്മ ഭാഷ കൊടുക്കാൻ അമ്മ ഉണ്ടാവണം. മാത്രം പോരാ, പല ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കുകയും വേണം. അപ്പോഴാണ് ആ വാക്കുകൾ അവൻ മനസ്സിലാക്കുന്നത്. കളികളിൽ കൂടി കുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? കുറച്ച് കപ്പുകൾ കൊടുത്താൽ അത് അവൻ അടുക്കി അടുക്കി വെക്കും. അവൻ്റെ ഭാവന വികസിപ്പിക്കും. അവന് ചിന്തിക്കാനുള്ള കഴിവ്, വേറെ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ പറ്റും. ബുദ്ധിപരമായ വികാസത്തിനും കളികൾ വളരെ പ്രയോജനപ്പെടും. പിന്നെ അതുപോലെയാണ് നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എല്ലാം നമുക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം. ഒരു കപ്പ് എടുത്തു വെച്ചു, അതിൻ്റെ മുകളിൽ അതിനേക്കാൾ ചെറിയൊരു കപ്പ് വെക്കണം, അപ്പോൾ അതിനേക്കാൾ ചെറിയൊരു കപ്പ്, അപ്പോൾ അതിൽ കൂടെ അടുക്കി അടുക്കി വെക്കുന്നു തുടങ്ങിയ വാക്കുകൾ ഒരുപാട് അവൻ്റെ വെക്കാബുലറി, അവൻ്റെ പദസമ്പത്ത് നമ്മൾ അതിൽ കൂടെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റും. അടുത്തത് കഥകളാണ്. കഥകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ, ചിത്രങ്ങളുള്ള ബുക്കുകൾ, ഇതൊക്കെ പറയുമ്പോൾ ഏതൊരു അമ്മയും, ഒരുപക്ഷെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. ഇത് മനസ്സിലാക്കുന്നവരെയും, 5 മാസമാകുമ്പോൾ എന്തിനാ കുഞ്ഞിനെ പുസ്തകം കാണിക്കുന്നത്? അവന് വർത്തമാനം പറയാറാകുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി വായിക്കാറാകുമ്പോൾ പുസ്തകം കൊടുത്താൽ പോരെ? പക്ഷെ അങ്ങനെയല്ല പഠനങ്ങൾ പറയുന്നത്. ജനിച്ച് 5 മാസമാകുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അവനെ പുസ്തകങ്ങൾ കാണിക്കാമെന്നാണ്. എന്നാൽ എന്തെങ്കിലും വായിക്കാൻ പറ്റുമോ എന്നാണോ? അല്ല. നിങ്ങളുടെ മടിയിൽ ചാരിയിരുത്തിയോ അല്ലെങ്കിൽ അവനെ മടിയിൽ കിടത്തിയോ വലിയ ഭംഗിയുള്ള വലിയ ചിത്രങ്ങൾ, അതായത് അനിമൽസിൻ്റെ, മൃഗങ്ങളുടെ ആകട്ടെ, വാഹനങ്ങളുടെ ആകട്ടെ, പഴവർഗ്ഗങ്ങളുടെ ആകട്ടെ, വലിയ കളർഫുള്ളായിട്ടുള്ള നിറങ്ങളുള്ള ചിത്രങ്ങൾ അവനെ കാണിക്കാം. ഓരോന്ന് കാണിച്ചിട്ട് അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അവനോട് പറയുന്നത്, ഇതിനകത്തൊരു ആപ്പിൾ ഉണ്ടല്ലോ, അമ്മ ആപ്പിൾ എടുത്ത് തിന്നട്ടെ, അമ്മ ആപ്പിൾ എടുത്ത് തിന്നു, ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കുറേ ദിവസം നിങ്ങൾ ഇത് ആവർത്തിക്കുമ്പോൾ അവന് ചില പ്രത്യേക ചിത്രങ്ങൾ കാണുമ്പോൾ അവൻ സന്തോഷം കാണിക്കും. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ അവൻ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അവൻ അപ്പോഴൊന്നും പറയാൻ പറ്റിയെന്ന് വരത്തില്ല, അതിനൊരുപാട് കാലം എടുക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം. അതായത് ഒരു കാക്ക പറന്നു വരുന്ന ഒരു ചിത്രം. ആ കാക്ക പറന്ന് വന്നല്ലോ, ഈ കാക്ക എന്ത് ചെയ്യും? നമുക്ക് മറിച്ച് നോക്കാം. കാക്ക ഒരു മാവിൽ വന്നിരുന്നു, കണ്ടോ, മാവിൽ മാങ്ങയുണ്ട്, ഇനി കാക്ക എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള നമ്മൾ ആ കഥകൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ കൂടെ അവന്റെ സങ്കല്പം അങ്ങ് കൂടും. ഇനി അടുത്ത് എന്ത് ചെയ്യും? അവനൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നു. ഓരോ ദിവസം അമ്മയ്ക്ക് വേണമെങ്കിൽ വേറെ മീൻസ് ഈ കാക്ക ഒരു ദിവസം മാമ്പഴം കൊത്തി തിന്നു, അടുത്ത ദിവസം കാക്ക വേറൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും അമ്മ മിനക്കെടണം പുതിയ കഥകൾ ഉണ്ടാക്കാൻ. അങ്ങനെ കഥകളിൽ കൂടി അവൻ്റെ ഭാവന, അവൻ്റെ പദസമ്പത്ത്, അവൻ്റെ വായനാശീലം ഇതെല്ലാം വളർത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരുപാട് വാക്യങ്ങളുള്ള കഥകളൊന്നും എടുക്കരുത്. അത് നമുക്ക് 3-4 വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ വായിക്കാൻ തുടങ്ങും. പിന്നെ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് വേണം കഥകൾ എടുക്കാൻ. ചില കുട്ടികൾക്ക് വാഹനങ്ങളെ കുറിച്ചുള്ള കഥയായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് മൃഗങ്ങളുടെ കഥയായിരിക്കും. അതാണ് ഈ ബാലരമയിലൊക്കെ മൃഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ വരുന്നത്. ചില കുട്ടികൾക്ക് രാജകുമാരൻ്റെയും രാജാവിൻ്റെയൊക്കെ കഥ വായിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ ഈ കുട്ടിയുടെ ആ പ്രായത്തിന് ചേരുന്ന കഥകൾ, അവൻ്റെ ഭാഷാ നിലവാരത്തിന് ചേരുന്ന കഥകൾ, അതുപോലെ തന്നെ അവൻ്റെ താല്പര്യം എന്താണ്, അങ്ങനെയുള്ള കഥകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് എങ്ങനെയുള്ള കഥകളായിരിക്കണം, അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെ തീർച്ചയായിട്ടും ഏർലി ഇന്റർവെൻഷൻ സെന്ററിലെ അധ്യാപിക നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും. അടുത്തത് സംഭാഷണമാണ്. സംഭാഷണം ഭാഷാ വികസനത്തിൽ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. കൂടുതൽ ഭാഷ മനസ്സിലാക്കാനും മനസ്സിലായ ഭാഷ ഉപയോഗിക്കാനും സംഭാഷണത്തിൽ കൂടി സാധിക്കുന്നു. സംസാരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സംഭാഷണം എന്ന് പറയുന്നത് ചോദ്യവും ഉത്തരവും അല്ല. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നത് ഒരു സംഭാഷണമല്ല. അതിൽ കൂടി നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് പങ്കുവെക്കുന്നത്, കുഞ്ഞിനെ കേൾക്കാൻ, അവന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ
നിങ്ങൾക്ക് കഴിയണം. ഇന്ന് അമ്മ ചോറുണ്ടാക്കി തന്നില്ലേ, ചോറ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പം ആ ചോദ്യങ്ങളിൽ കൂടി അവൻ എങ്ങനെയാണ് അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ പറയുന്നു. പ്ലസ് നിങ്ങൾക്ക് അമ്മയ്ക്ക് ചോറ് ഇഷ്ടപ്പെട്ടു, അമ്മ ചോറ് ഉരുട്ടി ഉരുട്ടി കഴിച്ചു അല്ലെ, പ്ലേറ്റിൽ ധാരാളം ചോറുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പൂമ്പാറ്റയെ കാണുന്നു, നമുക്ക് നമ്മളിന്ന് പൂമ്പാറ്റയെ കണ്ടില്ലേ, എത്ര പൂമ്പാറ്റയെ നമ്മൾ എണ്ണി നോക്കിയല്ലേ, ഇഷ്ടപ്പെട്ടോ പൂമ്പാറ്റ്? അപ്പൊ അങ്ങനെ അങ്ങനെ ആ ഒരു സംഭാഷണം കുഞ്ഞിന് ചിലപ്പോൾ ആദ്യമൊന്നും പ്രതികരിക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല. കുഞ്ഞെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതും നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ കുഞ്ഞിന്റെ റോളും കൂടി ഏറ്റെടുക്കണം. ക്രമേണ 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 ഇങ്ങനെ ചോദ്യമ്മ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയേണ്ടത് ഇങ്ങനെയാണ് എന്ന് കുഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ സംഭാഷണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു അന്യഭാഷയിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി അത് പ്രതികരിച്ച് വരാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കും അല്ലെ. അപ്പൊ ആ ഭാഷയിൽ നമുക്ക് അവരോട് സംഭാഷണം നടത്താൻ കുറെ ദിവസം എടുക്കുന്നത് പോലെ നമ്മൾ എങ്ങനെ സജ്ജരാകണോ അതുപോലെയാണ് ഒരു കേൾവിക്കുറവുള്ള ഒരു കുട്ടി സംഭാഷണത്തിനായിട്ട് തയ്യാറെടുക്കുന്നത്. സംഭാഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എങ്ങനെ ചോദിക്കണം, എങ്ങനെ മറുപടി പറയണം, എങ്ങനെ വിശദീകരിക്കണം എന്നൊക്കെ അതിൽ കൂടെ കുഞ്ഞിന് മനസ്സിലാവും. ഇനി ദൈനംദിന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈനംദിന പ്രവർത്തനമാണ്. നമ്മൾ പല്ല് തേക്കുന്നു, നമ്മൾ കുളിക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു അല്ലെ, ഇതെല്ലാം നമ്മുടെ ഉറങ്ങുന്നു, അല്ലെങ്കിൽ വീട് തൂക്കുന്നു, ഇതെല്ലാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളിൽ കുഞ്ഞിനെ കൂടെ പങ്കാളിയാക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇത് നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളായതുകൊണ്ട് എല്ലാ ദിവസവും ആ വാക്കുകൾ, ആ ഭാഷ ആവർത്തിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. അതിൽ കൂടെ അവന് ഭാഷ കേൾക്കാനും പറ്റും. സാധാരണ ഞങ്ങൾ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ വരുന്ന അമ്മമാരോട് പറയാറുണ്ട്, നിങ്ങൾ പല്ല് തേക്കുന്ന സ്ഥലത്ത് ഞാൻ പല്ല് തേക്കാൻ പോകുന്നു എന്ന് എഴുതി വെക്കണം. അപ്പൊ അമ്മ ടൂത്ത് ബ്രഷ് എടുക്കാൻ പോകുമ്പോൾ അമ്മ വായിക്കും പല്ല് തേക്കാൻ പോകുന്നു. അപ്പൊ കുഞ്ഞിന് ദിവസം 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 2 പ്രാവശ്യം പല്ല് തേക്കുമ്പോൾ 30 ദിവസം ആകുമ്പോൾ 60 പ്രാവശ്യം അമ്മ ആ വാക്യം വായിച്ചു കഴിഞ്ഞു. ആ വാക്യം അമ്മ പറയുകയും ചെയ്യും. ക്രമേണ കുഞ്ഞിന് അത് വേഗം മനസ്സിലാക്കാൻ പറ്റും. ടൂത്ത് ബ്രഷ് എന്താണ്, ടൂത്ത് പേസ്റ്റ് എന്താണ്, അതുപോലെ ചൂല് എന്താണ്, മെത്ത എന്താണ്, പിന്നെ ബാത്റൂം ഏതാണ്, ബക്കറ്റ് എന്താണ്, സോപ്പ് എന്താണ്, ഇതെല്ലാം കുഞ്ഞ് അങ്ങനെ മനസ്സിലാക്കും. അത് ആവർത്തിച്ച് കേൾക്കാനുള്ള അവസരം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഭാഷാ വികസനത്തിൽ ആവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു ദിവസം കേട്ടാൽ നമ്മൾ മറന്നു പോകും അല്ലെ. നമ്മൾ ഒരു 2 പ്രാവശ്യം കേട്ടാൽ മറന്നു പോകും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയുടെ വാക്ക്. അപ്പോൾ കേൾവിക്കുറവുള്ള കുട്ടിക്ക് അവൻ മലയാളം ഭാഷയാണോ ഇംഗ്ലീഷാണോ അവൻ ഐച്ഛികമായിട്ട് എടുക്കുന്നത്, അതിൽ ആവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ദിവസവും അവൻ ആ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. യാത്രകളും സന്ദർശനങ്ങളും. യാത്ര പോകാൻ താല്പര്യമില്ലാത്ത ആരുമില്ല. കുട്ടികളും അതുപോലെയാണ്. അവർക്ക് പുറത്തു പോകുന്നതും കാഴ്ചകൾ കാണുന്നതും ഏറ്റവും ഇഷ്ടമായിരിക്കും. അപ്പൊ ദൂരെ എങ്ങും വലിയ വിനോദയാത്രയ്ക്ക് പോകണം എന്നല്ല നമ്മൾ പറയുന്നത്. അവനെ കടല് കാണിക്കാൻ കൊണ്ടുപോകാം, അവനെ മൃഗശാലയിൽ കൊണ്ടുപോകാം, അവനെ പാർക്കിൽ കൊണ്ടുപോകാം. അവന് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ചെയ്യാം. അപ്പൊ അവിടെ പോകുന്ന വഴിക്ക് അവൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവൻ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. അവൻ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നും യാത്രകൾ ശരിക്കു പറഞ്ഞാൽ അറിവിന്റെ അല്ലെങ്കിൽ ഭാഷയുടെ ഒരു ഖനിയാണെന്ന് പറയാം. വീട്ടിലിരുന്ന ഒരു സിംഹത്തിന്റെ ചിത്രം കാണിച്ചു കൊടുക്കുകയോ ആനയുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ ആനയുടെ രൂപം എത്രയാണ്, എത്ര വലുതാണ് ആന യഥാർത്ഥത്തിൽ എങ്ങനെ ഇരിക്കും, അത് അവൻ കണ്ടിരിക്കണം. അല്ലെങ്കിൽ സിംഹം എങ്ങനെയാണ്, അല്ലെങ്കിൽ ബസ് എന്താണ്, ബസ്സിന്റെ യഥാർത്ഥ രൂപം എന്താണ്, അതിൽ കയറണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ അവന് വേണം. അനുഭവങ്ങൾ ഭാഷാ വികസനത്തിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നു. അപ്പോഴാണ് കുട്ടിയുടെ ഓർമ്മശക്തിയൊക്കെ കൂടുന്നത്. അമ്മ ബസ് എന്ന് പറയുമ്പോൾ അവൻ ആ ഒബ്ജക്റ്റുമായിട്ട്, ആ വസ്തുവുമായിട്ട് അവൻ ബന്ധപ്പെടുത്താൻ ശ്രമിക്കും. ഈ ഇരിക്കുന്ന കളിപ്പാട്ടമല്ല, യഥാർത്ഥത്തിലുള്ള രൂപം അവന്റെ മനസ്സിൽ വരും. അപ്പൊ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ നമ്മൾ പറയുന്ന ഭാഷ കേൾക്കാൻ അവൻ താല്പര്യപ്പെടും. ഈ പാട്ടുകൾ ശബ്ദങ്ങൾ ശ്രദ്ധിപ്പിക്കുന്നതിനും ഭാഷ മനസ്സിലാക്കിക്കുന്നതിനും വളരെ ഉപകരിക്കുന്നു എന്ന് പറയുന്നു. വളരെ കുഞ്ഞുനാളില്, അതായത് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ തന്നെ അമ്മമാര് പതുക്കെ താരാട്ടുപാട്ട് കേട്ടു തുടങ്ങും അല്ലെ. അത് പണ്ട് കാലത്തെ, എനിക്ക് തോന്നുന്നു പണ്ടത്തെ വിദഗ്ധന്മാര്, പണ്ട് കാലത്തുള്ള ആളുകൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് ഇത് മനസ്സിലാക്കിയ ആളുകളായിരിക്കും. കാരണം ഒരു പാട്ടെന്ന് പറയുമ്പോൾ അതിന് ഈണവും താളവും ഒക്കെ ഉണ്ട്.
നമ്മുടെ സംസാരത്തിലും അതുണ്ട്. നമ്മൾ ഒരിക്കലും ഒരേപോലെ അല്ല പറയുന്നത്. നമ്മൾ തന്നെ ഉയർച്ച താഴ്ചകളുണ്ട് നമ്മുടെ ശബ്ദത്തിൽ. അപ്പൊ അതിന് കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പാട്ടുകളിൽ കൂടി. കാരണം പല ഈണങ്ങൾ, പല താളങ്ങൾ കേൾക്കുമ്പോൾ ഭാഷ അറിയാതെ തന്നെ അത് എൻജോയ് ചെയ്യാൻ, അത് ശ്രദ്ധിക്കാൻ, അത് ആസ്വദിക്കാൻ അവനെ നമ്മൾ പ്രാപ്തനാക്കി എടുക്കുകയാണ്, അവനെ നമ്മൾ സജ്ജനാക്കുകയാണ്. ഇപ്പൊ ഒരു പാട്ട്, ഇപ്പൊ പ്രത്യേകിച്ചും ചാഞ്ചാടുണ്ണി ചാഞ്ചാട് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിന് ചാഞ്ചാട് എന്നുള്ള വാക്കിന്റെ അർത്ഥമൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ ഈണം കേട്ട് പല ദിവസം അമ്മ ആ പാട്ട് പാടി അവനെ ഇങ്ങനെ ആട്ടുമ്പോൾ ക്രമേണ ക്രമേണ ആ ഈണം അവൻ ഒന്ന് മൂളിയാ മതി, ഇങ്ങനെ മൂളിയാൽ പോലും അവൻ ആ ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങും. അപ്പൊ പാട്ടുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഒരുപാട് നഴ്സറി പാട്ടുകൾ, ഒരുപാട് ഇത്തരം ഈണങ്ങളൊക്കെ നമ്മുടെ കളക്ഷനിൽ ഉണ്ടാവണം. നമുക്ക് കുഞ്ഞിനോട് ദിവസവും അത്തരം പാട്ടുകൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ കയ്യിൽ വെച്ച് ഇങ്ങനെ ആട്ടുമ്പോഴും ഒക്കെ നമുക്ക് പാടാൻ പാട്ടുകൾ വേണം. ഇനി ഏർലി ഇന്റർവെൻഷനിൽ മാതാപിതാക്കളുടെ പ്രാധാന്യത്തിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും ഉചിതം ഒരു മാതാവ് തന്നെയായിരിക്കും. എൻ്റെ കൂടെയുള്ള ജയലക്ഷ്മി ടീച്ചർ ഒരു അധ്യാപിക മാത്രമല്ല, കേൾവിക്കുറവുള്ള ഒരു കുട്ടിയുടെ അമ്മയും കൂടിയാണ്. കേൾവിക്കുറവുള്ള കുട്ടിയെ ഏർലി ഇന്റർവെൻഷനിൽ കൂടെ ഭാഷാ പരിശീലനം നൽകി നല്ല മിടുക്കിയായി വളർത്തി ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ജയലക്ഷ്മി ടീച്ചർ. അപ്പോൾ ഏർലി ഇന്റർവെൻഷനിൽ മാതാപിതാക്കളുടെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യ ജയലക്ഷ്മി ടീച്ചറാണ്. ഞാൻ ജയലക്ഷ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. എന്നെക്കുറിച്ച് വളരെ വിശദമായിട്ട് സപ്ന നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. എൻ്റെ മകളെ ഇന്ന് വളരെ നല്ലൊരു നിലവാരത്തിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചത് അത് ചെറിയ പ്രായത്തിൽ, ഏർലിയർ സ്റ്റേജിൽ നൽകിയ ഭാഷാ പരിശീലനം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി നിങ്ങളോട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഏർലി ഇൻ്റർവെൻഷനിൽ ഒരു മാതാവിൻ്റെ, ഒരു അമ്മയുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങളോട് പറയാനും എനിക്ക് വ്യക്തമായിട്ട് സാധിക്കും. ടീച്ചർ ഇപ്പം സപ്ന നേരത്തെ നിങ്ങളോട് ഭാഷ എങ്ങനെയാണ് കൊടുക്കുന്നത്, അത് ഏതെല്ലാം രീതികളിലാണ് കൊടുക്കുന്നത്, അല്ലേ, ഭാഷാ പരിശീലനത്തിൽ ആരൊക്കെയാണുള്ളത്, വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ഒരു ടീം ഭാഷാ പരിശീലനത്തിൽ, അല്ലേ, ഒരു ഓഡിയോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് എല്ലാം അടങ്ങിയ ഒരു ടീം നിങ്ങൾ കണ്ടുവല്ലോ. അതിനകത്ത് എല്ലാവർക്കും, ഇല്ലേ, ഒരു ഓഡിയോളജിസ്റ്റ് ആയാലും ഒരു സൈക്കോളജിസ്റ്റ് ആയാലും ഒരു സോഷ്യൽ വർക്കർ ആയാലും എല്ലാവർക്കും അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാം. അത് ആരാകാം, ഏത് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ ആകാം, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ മാറാത്ത ഒന്നുണ്ട്, അതാരാണ്? മാതാപിതാക്കളാണ്, അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളമാണെന്ന്. ശരിയാണ്, എൻ്റെ മകളെയും കൊണ്ടുള്ള ഇത്രയും നാളത്തെ യാത്രയിൽ ഏറ്റവും കാതലായ ഒന്നെന്ന് പറയുന്നത് ആ ചെറിയ പ്രായത്തിൽ നൽകിയ ഭാഷയുടെ അടിസ്ഥാനം തന്നെയാണ്. ഈ അടിസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായത്? അത് ഒരു ഏർലി ഇൻ്റർവെൻഷനിൽ കൂടെ തന്നെയാണ്. നല്ലൊരു ഏർലി ഇൻ്റർവെൻഷൻ വഴി നമ്മൾ ഭാഷയുടെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുത്താൽ കേൾവിക്കുറവുള്ള കുട്ടികളെ എവിടെയും എത്തിക്കാൻ സാധിക്കും എന്നതിനുള്ള തെളിവാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മാതാപിതാക്കൾ ഈ ഒരു യാത്രയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, അല്ലേ. ഇപ്പം എന്താണ് ആ പ്രാധാന്യം എന്ന് നോക്കിയാൽ, ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപകർ മാതാപിതാക്കളാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്താണ് അങ്ങനെ പറയുന്നത്? അതെങ്ങനെയാണ് അധ്യാപകരാകുന്നത്, അല്ലേ? ഒരു 3 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ ഒരു കുഞ്ഞ് എപ്പോഴും ഒരു അമ്മയുടെ കൂടെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക, അല്ലേ. അവൻ ഒരു കേൾവിയുള്ള കുട്ടി ആയാലും അവൻ പറയുന്ന ആദ്യ വാക്ക് എവിടുന്ന് കേട്ടിട്ടുള്ളതാകാം? ഒന്നുകിൽ അവൻ്റെ അച്ഛൻ പറയുന്നതാകാം, അല്ലെങ്കിൽ അമ്മ പറയുന്നതാകാം, അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടുമുള്ള ആരെങ്കിലും പറയുന്നതാകാം, അല്ലേ. കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, അവന് ആകെ 1 മീറ്റർ ചുറ്റളവുള്ള കാര്യങ്ങളാണ് അവൻ ആദ്യമൊക്കെ കേൾക്കുന്നത്. പിന്നെ അതിനെ പരിശീലിപ്പിച്ചാൽ മാത്രമേ ദൂരെയുള്ള കാര്യങ്ങൾ അവന് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും, കുഞ്ഞുങ്ങൾ ഏറെ സമയം അമ്മയോടൊപ്പമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അമ്മയോടൊപ്പം നിൽക്കുന്ന കുട്ടിക്ക് അവൻ്റെ 1 മീറ്ററിൻ്റെ അടുത്ത് ഉള്ള അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വാക്കായിരിക്കും ഏറ്റവും ആദ്യം അവൻ കേൾക്കുക,
അല്ലേ? അവൻ കഴിക്കാൻ പഠിക്കുന്നു, അവൻ കളിക്കാൻ പഠിക്കുന്നു, അവൻ ചിരിക്കാൻ പഠിക്കുന്നു, നടക്കാൻ പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ അവൻ പഠിക്കുന്നു. ആ സമയത്തുള്ള ഭാഷ അവൻ കേൾക്കുന്നത് ഒരു മാതാവിന് മാത്രമേ അത് കേൾവിയിൽ കൂടെ അവൻ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയം മാതാപിതാക്കൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അവന് കേൾക്കുന്ന ഭാഷയുടെ അളവ്. അതുപോലെ മാതാപിതാക്കളുടെ സാന്നിധ്യം കുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളത് ഏതൊരു മാതാവിനും മനസ്സിലാകുന്നതാണ്. കാരണം മാതാപിതാക്കളോടൊപ്പം ഉള്ളപ്പോഴാണ് അവന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവൻ്റെ ചിന്ത വളരാനും അവൻ കാണാനും കേൾക്കാനും ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു മാതാവിനാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ഒപ്പം കിട്ടുന്നത്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ മാതാപിതാക്കൾക്ക് കൂടുതൽ സമയം കുട്ടിയെ കെട്ടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ മാതാപിതാക്കൾ കുട്ടിയോട് പഴകുമ്പോഴും കൊഞ്ചിനും സമയം ചിലവഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കും കുറേ കാര്യങ്ങൾ ഓർത്ത് ചെയ്യാനുണ്ട്, അല്ലേ? ചില സമയത്തെങ്കിലും നമുക്ക് കുഞ്ഞിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതിൽ വലിയ താല്പര്യമില്ലാത്ത ആളുകൾ കാണാം, അതിൽ സമയം കിട്ടാത്തവർ കാണാം, അല്ലേ? അതൊക്കെ നമ്മൾ ഓർത്ത് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. എന്നാൽ മാത്രമേ ആ സമയത്തുള്ള ഭാഷ നമുക്ക് അവനിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. നമുക്ക് സമയമില്ലാത്തതിനാൽ ഏതെങ്കിലും തരത്തിൽ അവനെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിരിക്കും ആ സമയത്ത് നമുക്ക് വ്യഗ്രത ഉണ്ടാകുന്നത്. അതേസമയം ഭാഷ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരവസരത്തിൽ ആ ദൈനംദിന അവസരങ്ങൾ നമ്മൾ വളരെ ഉചിതമായും വളരെ ആലോചിച്ചും ഏതൊക്കെ ഭാഷയ്ക്കാണ് നമുക്ക് ആവർത്തനങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ചുമൊക്കെ പറയാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സമയം നമുക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു അമ്മ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ കുട്ടി രാവിലെ പല്ല് തേക്കുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് പല്ല് തേക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. എഴുന്നേൽക്കൂ എന്നുള്ള വാക്ക് പോലും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഹിയറിംഗ് എയ്ഡ് വച്ചു കൊടുത്തിട്ട് വേണം ഒരു കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ. കാരണം എന്താണ്? ആ എഴുന്നേൽക്കൂ എന്നുള്ള വാക്ക് നമുക്ക് പറയാൻ ഉചിതമായ സമയം അവൻ എഴുന്നേൽക്കുമ്പോഴായിരിക്കും. ആ വാക്ക് അവൻ കേട്ടിട്ട് തന്നെ ഉണരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ള പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഭാഷ കൊടുക്കണം. അതായത് നിങ്ങളുടെ കുഞ്ഞിന് അതേ പ്രായത്തിലുള്ള കേൾവിയുള്ള ഒരു കുട്ടിയുടെ ഭാഷയും അറിവും നേടിക്കൊടുക്കുക എന്നതാവണം നിങ്ങളുടെ ലക്ഷ്യം. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഏതെങ്കിലും തരത്തിൽ നമ്മൾ സംസാരിച്ചാൽ പോരെ? എങ്ങനെ സംസാരിച്ചാലും നമ്മുടെ കുട്ടി കേട്ട് പഠിക്കില്ലേ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകാം. അതല്ല, നമുക്ക് ഒരു ലക്ഷ്യബോധമില്ലാതെ എന്തെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കുട്ടി അല്ലെങ്കിൽ പോട്ടെ ഒരു കേൾവിക്കുറവുള്ള മറ്റേ കുട്ടികളെ താരതമ്യപ്പെടുത്തി അവനേക്കാളും 2 വാക്കൂടെ കൂടുതൽ ഉണ്ടല്ലോ, കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനല്ല, നമ്മളുടെ കുഞ്ഞിന് അതേ പ്രായത്തിലുള്ള മിടുക്കരായ ഒരു കുട്ടിയെ കണ്ടിട്ട് അവൻ എന്തെല്ലാം സംസാരിക്കുന്നു, അവൻ്റെ വാക്യം എത്ര നീളമുള്ളതായിരിക്കും, അവൻ ഏതെല്ലാം കട്ടിയുള്ള വാക്കുകളാണ് സംസാരിക്കുന്നത്, അവന് ഏതൊക്കെ അവസരത്തിൽ സംസാരിച്ചാൽ അവന് മനസ്സിലാകും, കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും അവൻ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകും, ഒരു കാര്യത്തിന് എത്ര പ്രാവശ്യം നമുക്ക് എത്ര വാക്യങ്ങൾ കൊടുക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ കേൾവിയുള്ള അതേ പ്രായത്തിനുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അമ്മ എപ്പോഴും കേൾവിയുള്ള അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഈ അവസരത്തിൽ, ഭാഷാ പരിശീലനം നൽകുന്ന അവസരത്തിൽ. അതുപോലെ കുട്ടി കാണുന്നതിനും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഭാഷ കൊടുക്കുക എന്നതാണ് അവനിൽ അല്ലെങ്കിൽ അവളിൽ ഭാഷ വളർത്താൻ ഏറ്റവും അത്യാവശ്യമായത്. അതെന്താണ്? നമ്മൾ കേൾവിക്കുറവുള്ള കുട്ടിക്ക് നമ്മൾ ഭാഷ പരിശീലിപ്പിച്ചില്ലെങ്കിലും കാണാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയും.
പക്ഷേ ആ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഭാഷ കേൾക്കാൻ അവൻ കഴിയുന്നില്ല. അതേസമയം കേൾവിയുള്ള ആളുകൾ അത് ഏതെങ്കിലും അവസരത്തിൽ ആരുടെയെങ്കിലും വായിൽ നിന്ന് കേട്ടത് മനസ്സിലാക്കുന്നതായിരിക്കും. കേൾക്കാൻ വയ്യാത്ത കുട്ടിക്ക് ഒരു അമ്മ തന്നെ ഇത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ പല ആവർത്തനത്തിൽ കൂടി അത് കേട്ട് അത് മനസ്സിലാക്കാൻ കഴിയുകയും പിന്നീട് അത് ആ ഭാഷ ഉപയോഗിക്കാൻ കഴിയുകയും സാധിക്കത്തുള്ളൂ. അതായത് ഒരു പട്ടി ഓടുന്നത് കണ്ടാൽ ആ പട്ടി ഓടുവാണെന്നും അത് പട്ടിയാണെന്നും അല്ലെങ്കിൽ പട്ടിയെ കാണുമ്പോൾ വീണ്ടും ഇതുപോലുള്ള ആക്ഷൻ കാണിക്കാനും ഒക്കെ അവന് പറ്റും. പക്ഷെ ആ ഓടുക, അല്ലെങ്കിൽ പട്ടി, ഈ മൃഗത്തിന്റെ പേര് പട്ടിയാണ്, അല്ലെങ്കിൽ ആ പട്ടിക്ക് ഓടാൻ പറ്റുന്നുണ്ട്, പട്ടി കുരയ്ക്കും, ഇതൊക്കെ ആ വാക്കുകളൊക്കെ നമ്മൾ ആ അവസരത്തിൽ തന്നെ പറഞ്ഞാൽ മാത്രമേ അവന് മനസ്സിലാവത്തുള്ളൂ. അതാണ് അവൻ കാണുന്നതിന് കൊടുക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. ചിന്തിക്കുന്നതിന് ഭാഷ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ എന്താണ്, ഒരു തീ കാണുമ്പോൾ അവൻ ചിലപ്പോൾ പേടിയാവുമായിരിക്കും അല്ലേ. അവന് ചിലപ്പോൾ നേരത്തെ അനുഭവം കാണുമായിരിക്കും, ആ തീയുടെ അടുത്ത് കൈ കൊണ്ടുപോയാൽ ചൂടാണ്. അവൻ തീ കാണുമ്പോൾ ചിലപ്പോൾ അത് ആലോചിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, അയ്യോ തീയാണ് അല്ലേ, ചൂടാണ്, തൊടല്ലേ, അപകടമാ, പൊള്ളും അല്ലേ, എനിക്ക് പേടിയാ. ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ആ അവസരത്തിൽ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. അത് മാത്രമല്ല, എപ്പോഴും അവൻ്റെ കൂട്ടുകാരായി അവനോട് സംസാരിക്കാൻ അച്ഛനോ അമ്മയോ ഒപ്പം ഉണ്ടാകണം. അതായത് ഒരു കുഞ്ഞ് ആദ്യം അവൻ്റെ കളികൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള കളികളായിരിക്കും. അവൻ്റെ കൈ നോക്കിയും അവൻ്റെ കാല് നോക്കിയും നിഴല് കണ്ടുമൊക്കെ ആയിരിക്കും അവൻ ആദ്യത്തെ അവസരത്തിലൊക്കെ കളിക്കുന്നത്. പിന്നെ അവനൊരു കൂട്ട് ആവശ്യമായിരിക്കും. അപ്പം ആദ്യം ഒരു കുഞ്ഞ് കൂട്ടുകൂടുന്നത് എപ്പോഴും അവൻ്റെ മാതാവിനോടോ അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോടോ ഒക്കെ ആയിരിക്കും. കൂടുതലും അമ്മയോടൊപ്പമുള്ള കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം കളിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പം അവൻ്റെ ഒരു കൂട്ടുകാരായിട്ട് അവനോട് സംസാരിക്കാനും അവനിഷ്ടമുള്ള കളികൾ കളിക്കാനും അവനിഷ്ടമുള്ള കാഴ്ചകൾ കാണിക്കാനും ഒക്കെ നമ്മൾ കൂടെ ഉണ്ടാകാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഇൻ്റർവെൻഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊപ്പം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഭാഷ കൊടുക്കാൻ പറ്റൂ. നമ്മളൊപ്പം ഉണ്ടായാൽ മാത്രമേ അവൻ്റെ ഇഷ്ടങ്ങൾ കാണാൻ പറ്റൂ. നമ്മളൊപ്പം ഉണ്ടായാൽ മാത്രമേ ഏതൊരു ചലനങ്ങളും അവൻ്റെ ഏതൊരു നീക്കങ്ങളും മനസ്സിലാക്കി അവനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അവനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവലംബിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. മുകളിൽ കുറേ ഭാഷാ പരിശീലന രീതികൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഭാഷാ പരിശീലന രീതികൾ വളരെ ക്ഷമയോടും വളരെ അർത്ഥവത്തായിട്ടും വളരെ ആഗ്രഹത്തോടും കൂടി നമുക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സമയം നമുക്ക് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാൻ കഴിയണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കേൾവിക്കുറവുള്ള ഒരു കുട്ടിക്ക് ഈ ആദ്യത്തെ സമയത്ത് നമുക്ക് ഒരു സ്വത്തിനേക്കാളിലും അല്ലെങ്കിൽ ഒരു സ്വർണം കൊടുക്കുന്നതിനേക്കാളിലും എന്ത് നമ്മൾ സമ്പാദിക്കുന്നതിനേക്കാളിലും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന സ്വത്തെന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ട സമയവും നമ്മുടെ മനസ്സുമാണ്. നമുക്കിത് രണ്ടും ഉണ്ട്. നമുക്ക് നല്ല മനസ്സുണ്ട്, നമുക്ക് നല്ല സമയം, നമ്മുടെ സമയം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നല്ലൊരു ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററിലെ അധ്യാപകരുടെ ഉപദേശപ്രകാരം നമ്മുടെ കുട്ടിയെയും നമ്മുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലെ സംസാരിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു എപ്പോഴും സംസാരിക്കണം, എപ്പോഴും നമ്മുടെ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരിക്കണം, എല്ലാ കാര്യത്തെപ്പറ്റിയും സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മുടെ മുഖം ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന തീർക്കുന്ന ഒരു മനസ്സോട് കൂടിയോ ഒക്കെ ആയിരുന്ന നമ്മുടെ കുഞ്ഞ് നമ്മളെ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടുമോ? നമ്മൾക്ക് ഇഷ്ടമാകുമോ? നമ്മളോട് മുഷിഞ്ഞ് സംസാരിക്കുന്ന ഒരു ആളിനോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാകുമോ? അപ്പോൾ നമ്മുടെ മുഖം എപ്പോഴും സന്തോഷമുള്ളതും നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന ഓരോ നോട്ടത്തിലും അത് ഉണ്ടാവുകയും ചെയ്യും. അത് നല്ല സന്തോഷമുണ്ടതായിരുന്നാൽ മാത്രമേ കുഞ്ഞിന് നമ്മളെ ശ്രദ്ധിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നത്തുള്ളൂ. 1-2 പ്രാവശ്യം അവൻ ശ്രദ്ധിക്കാൻ നോക്കും, അവൻ ശ്രദ്ധിച്ചു നോക്കും. പിന്നെയും നമ്മൾ അതുപോലെ അല്ലെങ്കിൽ പിന്നീട് കുഞ്ഞുങ്ങൾ നമ്മളോട് ഇടപെടാൻ ഇഷ്ടമല്ലാതാകും. അതുപോലെ തന്നെ അവന് ചിലപ്പം ഏതൊരു കുഞ്ഞും, കേൾവിയുള്ള കുഞ്ഞായാലും കേൾവിക്കുറവുള്ള കുഞ്ഞായാലും അത് ഏത് പ്രായത്തിലായിരുന്നാലും അവനൊരു വ്യക്തിയാണ്. ഏത് പ്രായത്തിലും അവനൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പം നമുക്കറിയാം, ചില കുഞ്ഞുങ്ങളുടെ ഉറക്കം പോലും, ചില കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങും, ചിലർ പകൽ ഉറങ്ങും. അതുപോലെ തന്നെയായിരിക്കും ഈ കാര്യങ്ങളും. അപ്പം ഓരോ കുട്ടികൾക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ശ്രദ്ധിക്കണം എന്നില്ല. അവന് ചിലപ്പം ഉറക്കം വരുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അപ്പോഴും അവൻ ശ്രദ്ധിക്കണം എന്നില്ല.
അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ പഠിക്കുകയും ആ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി കേൾവിക്കുറവുള്ള കുട്ടികളിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ഉപയോഗിക്കുന്ന ശ്രവണ സഹായിയുടെ പരിപാലനവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം 3 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് നമ്മുടെ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലേ. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ ലൈഫ് നിൽക്കത്തുള്ളൂ. എത്ര കാലം അത് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത് സാധ്യമാകത്തുള്ളൂ. അപ്പം ശ്രവണ സഹായി എപ്പോഴൊക്കെ വെക്കണം, അത് എങ്ങനെയൊക്കെ പരിപാലിക്കണം എന്ന് വ്യക്തമായും വളരെ വിശദമായും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മാതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ കടമയാണ്. എപ്പോഴൊക്കെയാണ് ഹിയറിംഗ് എയ്ഡ് വയ്ക്കാൻ പറ്റുന്നത്, എപ്പോഴും വെക്കണോ, ഇടിവെട്ടുമ്പോൾ വെച്ചാൽ കുഴപ്പമില്ലേ, മഴയത്ത് വെക്കാൻ പറ്റുമോ, വെള്ളത്തിലിറങ്ങുമ്പോൾ വെക്കും, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ടാകും അല്ലേ. അല്ലെങ്കിൽ വെച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ഏത് ഹിയറിംഗ് എയ്ഡും നമുക്ക് എല്ലാവർക്കും വെക്കാൻ പറ്റുമോ, ബാറ്ററി നമ്മൾ മാറ്റി വെക്കണോ, ബാറ്ററി അതിൻ്റെ അകത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയോ, എത്ര ദിവസം കൂടുമ്പോൾ ബാറ്ററി മാറ്റണം, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പറ്റും അല്ലേ. ഒരു കമ്പ്യൂട്ടർ തന്നെ ആണെങ്കിൽ പോലും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പൊതുവെ ആദ്യമൊന്നും അറിയത്തില്ലായിരിക്കും. നമ്മളത് പഠിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഒഴികെ എല്ലായ്പ്പോഴും ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ശ്രവണ സഹായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതെന്താണ് ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും വെക്കേണ്ട എന്ന് പറയുന്നത്? വെക്കേണ്ടാത്തത് കൊണ്ടല്ല, ഉറങ്ങുമ്പോൾ വെച്ചാൽ അത്രയും നല്ലത്. പക്ഷേ അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്. പിന്നെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, അവൻ കുട്ടി ചരിയുമ്പോൾ ചെവിയിൽ കൊള്ളും, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ള ഇളകിപ്പോകും, ഉറക്കത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഉറങ്ങുമ്പോൾ വെക്കേണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഉറങ്ങുമ്പോൾ പോലും വെക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അവന് ആ ഉറക്കത്തിൽ നമ്മളും ഉറക്കത്തിൽ ചില ശബ്ദങ്ങൾ കേട്ട് ഉണരാറുണ്ട്. അങ്ങനെ പരിശീലിപ്പിച്ചാൽ അതുപോലും സാധ്യമാക്കാൻ പറ്റുന്നതാണ്. കുളിക്കുമ്പോൾ വെക്കണ്ടെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത് വെള്ളം വീഴുമ്പോൾ കേടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്ത് എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് കുളിക്കാൻ നേരം മാത്രം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുളിക്കുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങൾ, ആ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കുറേ ഭാഷ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതൊരു ദൈനംദിന പ്രവർത്തനമാണ്. എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുമ്പോൾ ആ ഭാഷ അവന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് തോർത്തെടുക്കാൻ നേരവും സോപ്പ് എടുക്കാൻ നേരവും അത് ഏത് സോപ്പാണ്, സോപ്പിന്റെ പേരെന്താണ്, സോപ്പിന് നല്ല മണം ഉണ്ടോ, ഇത് അച്ഛൻ്റെ സോപ്പാണ് അല്ലെങ്കിൽ ഇത് അമ്മയുടെ സോപ്പാണ്, അല്ലെങ്കിൽ അമ്മയുടെ തോർത്തെടുത്തോണ്ടോ അല്ലെങ്കിൽ മോൻ്റെ തോർത്തെടുത്തോണ്ടോ എന്നൊക്കെ നമുക്ക് പറയാം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഹിയറിംഗ് എയ്ഡ് ഊരി വെക്കാനായിട്ട്. അതുപോലെ കേൾവിക്കുറവുള്ള കുട്ടികളിൽ അല്പമെങ്കിലും കേൾവിശക്തി അവശേഷിക്കുന്നുണ്ടാവും. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഹിയറിംഗ് എയ്ഡ് സഹായിക്കും. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ എൻ്റെ മകള് ഹിയറിംഗ് എയ്ഡ് വയ്ക്കാതെ ഒരു ഇടിയുടെ ശബ്ദം പോലും കേൾക്കാറില്ലായിരുന്നു. അത് വെച്ച് തുടങ്ങിയപ്പോഴും അത്രയും കേട്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഹിയറിംഗ് എയ്ഡ് വെച്ച് സ്ഥിരമായി പരിശീലിപ്പിച്ച് സ്ഥിരമായി ശ്രദ്ധിപ്പിച്ച് നേരത്തെ പറഞ്ഞ പല പ്രവർത്തനങ്ങൾ കൂടെയും ഹിയറിംഗ് എയ്ഡിൽ കൂടെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ബാക്കിയുള്ള ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ പെട്ടെന്ന് കേട്ട് തിരിച്ചറിയാനും ബസ്സിൻ്റെയും മറ്റ് വാഹനങ്ങളുടെയും ശബ്ദം കേട്ട് മാറാനും കോളിംഗ് ബെൽ അമർത്തുമ്പോൾ വന്ന് തുറക്കാനും ഒരു പരിധിക്കപ്പുറത്ത് നിന്ന് പേര് വിളിച്ചാൽ ഓടി വരാനും ഒക്കെ സാധിപ്പിച്ചെടുക്കാൻ എനിക്ക് ആ ഹിയറിംഗ് എയ്ഡ് വച്ച് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ് കൊണ്ട് പൂർണ്ണമായും നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പോലും കേൾക്കുന്ന ഭാഷ കുറച്ചുകൂടെ വ്യക്തമാക്കാനും ഒക്കെ നമുക്ക് അല്പമായുള്ള കേൾവി, അവശേഷിക്കുന്ന കേൾവി വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നതിന് മുൻപ് അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ചെറിയ കുട്ടികളാണെങ്കിൽ അത് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് നോക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ബാറ്ററി മാറ്റേണ്ടതാണ്. സാധാരണ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഹിയറിംഗ് എയ്ഡിൽ 10 ദിവസമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷെ നമുക്കറിയാം എപ്പോഴും ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റി കുറയും, അപ്പോൾ കുട്ടി കേൾക്കുന്നതിൻ്റെ വ്യക്തത കുറയും ഒക്കെയാണ്.
അതുകൊണ്ട് ആ ബാറ്ററി ഒരു കുറച്ച് കേൾവുണ്ടെങ്കിൽ പോലും 10 ദിവസം കഴിയുമ്പോൾ മാറ്റുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ 10 ദിവസം വെക്കാമെന്ന് പറഞ്ഞിരുന്നാലും ചില മനുഷ്യരുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ, ചില ബാറ്ററികൾ നമ്മൾ വെക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കണം എന്നില്ല. അതുകൊണ്ട് അത് നല്ലോണം ഉറപ്പ് വരുത്തി കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ശ്രവണ സഹായി നമുക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ കേൾവിക്കുറവുള്ള കുട്ടികളെ എങ്ങനെയാണ് ഭാഷാ പരിശീലനം നടത്തുന്നതും എന്നുള്ളതിനുള്ള ഒരു ചെറിയ രൂപം വ്യക്തമായി കാണുമല്ലോ. കേൾവിക്കുറവ് നേരത്തെ കണ്ടുപിടിക്കുകയും അനുയോജ്യമായ ശ്രവണ സഹായി വെച്ച് ഭാഷാ പരിശീലനം ആരംഭിക്കുകയും കുടുംബാംഗങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്താൽ കേൾവിക്കുറവുള്ള ഒരു കുട്ടിക്ക് ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്താൻ സാധിക്കും എന്നതിൽ സംശയമില്ല. അത് നമ്മൾ ഇന്ന് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവനെ മറ്റുള്ളവരെ പോലെ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് മറ്റുള്ള ആളുകളെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും പങ്കാളിയാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം ഏർലി ഇന്റർവെൻഷനും അതിൽ മാതാപിതാക്കൾക്കുള്ള പങ്കും ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. നമസ്കാരം. ഇനിയൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം 11:45 ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാം. ഇടവേളയ്ക്ക് ശേഷം നിഡാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരം നൽകുന്നതിന് വേണ്ടി ഞാൻ മിസ് സപ്നയും മിസ് ജയലക്ഷ്മിയും. എന്റെ പേര് ജയശ്രീ എന്നാണ്. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. എന്റെ കുട്ടിയും നേരത്തെ നിഷിൽ പഠിച്ചിരുന്നതാണ്. ഒരു 2.5 വർഷക്കാലം ഞങ്ങൾ നിഷിൽ പരിശീലനം നേടിയതാണ്. അതിനുശേഷം കുട്ടി ഇപ്പോൾ സാധാരണ സ്കൂളിലാണ്. ഇപ്പോ എനിക്ക് ഈ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് അറിയേണ്ടത്. അതായത് നിഷിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി പുറത്തോട്ടിറങ്ങുന്ന ഒരു കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? സെന്ററിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കുന്ന ഒരു കുട്ടി സാധാരണ കുട്ടികളുടെ കൂടെ മുഖ്യധാരയിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം സാധാരണ സ്കൂളിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കാനാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് സാധാരണ കേൾവിയുള്ള കുട്ടികളുടെ പോലെ തന്നെയുള്ള വിദ്യാഭ്യാസമായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ അതില് ഇപ്പം നമ്മൾ നിഷില് ഏർലി ഇന്റർവെൻഷൻ പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രം സാധാരണ സ്കൂളിൽ വളരെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ പോകും എന്നുള്ളത് വിചാരിക്കണ്ട. സാധാരണ കുട്ടികളെ പോലെ പഠിക്കാൻ പറ്റുമെങ്കിലും പക്ഷേ ഒരുപാട് സഹായങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് മാർഗങ്ങളും അവർക്ക് ഉപദേശിച്ചു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിഷിൽ നിന്ന് പോകുമ്പോൾ എഴുത്തും വായനയും ഒന്നും ഒരു പരിധിയിലപ്പുറം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അത് അവന്റെ പ്രായത്തിനനുസരിച്ച് മാത്രമേ ഇവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോഴായിരിക്കും അവന്റെ പ്രായത്തിനും ക്ലാസ്സിനും അനുസരിച്ചുള്ള എഴുത്തും വായനയും പഠിക്കുന്ന രീതികളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതില് അവൻ അവിടെ എന്താണോ പ്രശ്നമുള്ളത്, ഇപ്പം വായിച്ച് മനസ്സിലാക്കുന്നതിനാണോ, പക്ഷെ ഒരു വാക്കിന് മറ്റു വാക്ക് പറയുമ്പോഴാണോ, ടീച്ചർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ, എന്താണ് അവന് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പ്രശ്നങ്ങൾ എന്താണ്, അവന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഹലോ, മനസ്സിലായോ? ഹലോ, പറഞ്ഞോ. നിലവിലെ രീതി അനുസരിച്ച് ഈ കുട്ടിയുടെ ഒരു ഫൈനൽ എക്സാം പോയിന്റിൽ എത്തുമ്പോ, അതായത് ഒരു 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ എത്തുമ്പോ കുട്ടി സ്വന്തമായി പരീക്ഷാ പേപ്പറിൽ പേരോ നമ്പറോ എഴുതാതെ മറ്റുള്ള സഹായികൾ ഇവന് പരീക്ഷ എഴുതി കൊടുത്ത് ഗ്രേഡ് മേടിക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പേരൻസ് ഈ കുഞ്ഞിന്റെ 6 മാസം മുതൽ 5 വയസ്സ് വരെ കഷ്ടപ്പെട്ടതിന് വല്ല അർത്ഥമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞ് കേൾവിക്കുറവുള്ള കുട്ടിയാണോ? വേറെ എന്റെ കുഞ്ഞിന് കേൾവിക്കുറവുണ്ട്, സംസാരശേഷി അല്ല, കുഞ്ഞിന് വേറെ എന്തെങ്കിലും അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ടോ? കാഴ്ചക്കുറവോ എഴുതുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടിക്ക്? ഹിയറിംഗ് ലോസ് ആണ്. ഹിയറിംഗ് ലോസ് മാത്രമേ ഉള്ളൂ?
അത്രേ ഉള്ളോ? അപ്പോ കേൾവിക്കുറവ് മാത്രമുള്ള ഒരു കുട്ടിക്ക് സാധാരണ രീതിയിൽ നിലവില് അങ്ങനെ കേൾവിക്കുറവ് മാത്രമുള്ള ഒരു കുട്ടിക്ക് കേൾക്കാം. കേൾവിക്കുറവ് മാത്രമുള്ള ഒരു കുട്ടിക്ക് നിലവില് പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇതുവരെ ഇല്ല. അത് എന്തെങ്കിലും വേറെ വൈകല്യങ്ങൾ ഉള്ളവർക്കാണ്, ഒരാളിപ്പോൾ കാഴ്ച വൈകല്യമോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എഴുതുന്നതിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ മറ്റൊരാൾ എഴുതി കൊടുക്കാറുള്ളൂ. കേൾവിക്കുറവുള്ള കുട്ടിക്ക് തുടക്കത്തിൽ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം ആ കുട്ടികൾക്ക് ലഭിക്കും. അല്ലാതെ എഴുതി കൊടുക്കുന്ന രീതി ഉള്ളതായിട്ട് എനിക്കറിയില്ല. എൻ്റെ മകൾ ഇതുവരെയും അങ്ങനെ വേറൊരാൾ എഴുതി കൊടുത്തല്ല പരീക്ഷ എഴുതിയത്, സ്വന്തമായിട്ട് തന്നെയാണ് എഴുതിയത്. പൊതുവിദ്യാലയങ്ങളിൽ 40% മുകളിൽ വൈകല്യം എല്ലാ കുട്ടികളെ IED എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അതെ, ഈ IED കുട്ടികൾക്കെല്ലാം തന്നെ പരീക്ഷ എഴുതാൻ സ്ക്രൈബ് ഇന്റർപ്രറ്ററുടെയും സഹായം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇല്ല, കേൾവിക്കുറവുള്ള അവർക്ക് സ്വയം കുട്ടികൾക്ക് അത് ഇതുവരെയും ഉണ്ട്. എന്തോ സാധാരണ രീതിയിൽ 40% മുകളിലുള്ള ഏത് വൈകല്യവും IED എന്ന ലിസ്റ്റിലേക്കാണ് പോകുന്നത്. അത് എങ്ങനെയാണ് മനസ്സിലായത്? അതിന്റെ ഓർഡർ എങ്ങാനും കണ്ടായിരുന്നോ? എങ്ങനെ? നമുക്ക് കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് പ്രത്യേക ഓർഡർ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ സ്പെഷ്യൽ ടീച്ചേഴ്സ് എത്തും. അവരോട് പറഞ്ഞാല് അവര് പറയുന്നത് അവർക്ക് ഹിയർ ആയിട്ടുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ പരിശീലനം ലഭിച്ചിട്ടില്ല, ബാക്കി എല്ലാത്തിനും പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നാണ്. ബാക്കി എല്ലാത്തരം വൈകല്യങ്ങൾ ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഹിയറിംഗ് ഇമ്പേർഡിന് മാത്രം പരിശീലനം കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആവുന്ന കൈക്രിയൊക്കെ കൊണ്ട് പഠിപ്പിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം കുട്ടിയെ IED ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സാധാരണ പോലെ സ്ക്രൈബോ ഇന്റർപ്രറ്ററോ പരീക്ഷ എഴുതി കൊടുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ നിലവിലുള്ളതെന്നാണ് എന്റെ അറിവ്. മാഡം അത് നന്നായി അന്വേഷിക്കണം. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് അവർക്ക് ഒരു സിലബസ് കണ്ടെത്തി അതവരെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് ഈ വലിയൊരു സിലബസിന്റെ ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഈ സ്റ്റേറ്റ് സിലബസിന്റെ വലിയ അടിച്ചേൽപ്പിക്കാതെ അവരെ കൊണ്ട് പറ്റുന്ന ഒരു സിലബസ് കണ്ടെത്തി അവരെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. സ്വന്തമായി പരീക്ഷ എഴുതി കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 മാർക്കിന്റെ അഭിമാനം അവനെ അറിയിക്കാൻ ശ്രമിക്കണം. അത് ശരി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്തൊരു കാര്യമുള്ളത്, നമ്മളിപ്പം ഏർലി ഇന്റർവെൻഷൻ വഴി ഭാഷാ പരിശീലനം പൂർത്തിയാക്കി മുഖ്യധാരയിലേക്ക് എത്തുന്ന ഒരു കുട്ടി ഒരിക്കലും വേറൊരു സിലബസിൽ പഠിക്കാനല്ല നമ്മൾ സാധാരണ സ്കൂളിൽ ചേർക്കുന്നത്. ആ സിലബസിൽ തന്നെ സഹായത്തോടു കൂടി പഠിക്കണം. അവനെ ഉള്ള പ്രശ്നങ്ങൾ നികത്തി അവനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഏർലി ഇന്റർവെൻഷൻ കൂടെ ഭാഷ സ്വായത്തമാക്കിയില്ല. അവൻ താമസിച്ചാണ് ഇന്റർവെൻഷനിൽ എത്തിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര രീതിയിൽ അത് വന്നിട്ടില്ല എങ്കിൽ അവന് ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാകും. പക്ഷേ അതിന് നമ്മൾ വേറെ സിലബസ് പഠിക്കണമെങ്കിൽ, സിലബസ് ചുരുക്കി പഠിക്കണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ പോയേ പറ്റൂ. അങ്ങനെ ഒരു സിലബസ് മാറ്റാനുള്ള സമ്പ്രദായമൊന്നും നമ്മുടെ ഇതുവരെയുള്ള സാധാരണ സ്കൂളിലില്ല. അങ്ങനെ ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകളിലും ഇതേ സിലബസ് തന്നെയാണ് പിന്തുടരുന്നത്. കേരള സ്റ്റേറ്റ് സിലബസ് തന്നെയാണ് പിന്തുടരുന്നത്. ഇതേ പുസ്തകം തന്നെ അവർ പഠിക്കും. ആണെങ്കിലും അവരത് ചുരുക്കി ആ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലാക്കിയാണ് പരീക്ഷകളും മറ്റും നടത്തുന്നത്. അത് നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് സ്ക്രൈബിനെ ഏർപ്പെടുത്തുന്ന രീതി സാധാരണഗതിയിൽ ഗവൺമെന്റിൽ അനുവദിച്ചിട്ടുള്ളതല്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് കേൾക്കാൻ വയ്യാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ ആ IED അധ്യാപകർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ട് അത് പരാതിയായിട്ട് ബോധ്യപ്പെടുത്തി അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്ന് അവരോട് അപേക്ഷ കൊടുക്കേണ്ടതാണ്. കാരണം കേൾവിക്കുറവുള്ള ഒരു കുട്ടി നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ പരിശീലിപ്പിക്കാൻ പറ്റുന്ന അധ്യാപിക തന്നെയാണ്, അങ്ങനെയുള്ളൊരു കുട്ടിയുള്ള സ്കൂളിൽ അങ്ങനെയുള്ള ഒരു അധ്യാപികയെ തന്നെയാണ് നിയമിക്കേണ്ടത്. അപ്പോ പിന്നെ കുട്ടിയുടെ ഏജ് എത്രയാണ്? എന്റെ മോനെ ഇനി 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണ്. ഇവിടുന്ന് നമ്മള് ഭാഷാ പരിശീലനം പൂർത്തിയാക്കിയിട്ടാണോ പോയത്? അതെ, 2.5 വർഷക്കാലം നിഷിൽ പഠിച്ചിട്ടാണ് സാധാരണ സ്കൂളിൽ ഞാൻ. ഇവിടുന്ന് പൂർത്തിയാക്കി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വിട്ടതാണോ, അതോ ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളാല് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ പോയതാണോ? അല്ല, ഞാൻ 2 വർഷക്കാലത്തോളം എനിക്ക് ജോലിയുണ്ട്. 2.5 വർഷക്കാലത്തോളം ഞാൻ ശമ്പളം ഇവിടുത്തെ അവിടെ താമസിച്ചാണ്
കുട്ടിയെ പരിശീലിപ്പിച്ചത്. അതിനുശേഷം എനിക്ക് ഇയർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം എത്ര കാലമായി മാഡം നിഷ് തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രോഗ്രാമാണ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം. 97 അല്ല, അതിൽ ആദ്യത്തെ ബാച്ചിലുള്ള കുട്ടിയാണ് എന്റെ മോള്. എന്റെ മോള് 3 തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ആദ്യം സ്പീച്ച് തെറാപ്പി മാത്രമാണ്, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ സ്പീച്ച് തെറാപ്പി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു 10 വർഷത്തിനപ്പുറം സ്പീച്ച് തെറാപ്പി മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ കാലത്താണ് നിഷില് 97 മുതൽ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ബാച്ചിലെ കുട്ടിയുടെ അമ്മയാണ് ഞാൻ. അത് ഞാൻ കൊടുത്ത് ഭാഷ പരിശീലിപ്പിച്ച് എനിക്ക് നല്ല രീതിയിൽ സാധാരണ സ്കൂളിൽ സാധാരണ സിലബസിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റുകയും ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഒരു മുഖ്യമായ കാര്യം ആ ഭാഷ വശമാക്കിയത് കൊണ്ട് മാത്രമാണ്. എന്നിരുന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ആ സമയാസമയങ്ങളിൽ നമ്മൾ നികത്തിയെടുത്തതും ആണ്. ഇപ്പോൾ പ്രൊഫഷണൽ കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയും ചെയ്യുവാണ്. ഇപ്പോഴും അവൾക്ക് പ്രത്യേകതര ഒരു ആനുകൂല്യങ്ങളുമില്ല. ഒരു മാർക്കിന്റെ ഒരു ആനുകൂല്യം മാത്രം ചില വിഷയങ്ങളിലും ചില യൂണിവേഴ്സിറ്റി തിയറി പേപ്പറുകളിലും മാത്രമുണ്ട്. അത് നമ്മൾ പരീക്ഷയിൽ വിജയിച്ചിട്ട് അതിന്റെ മാർക്കിൽ നിന്നുമുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമേ കിട്ടുകയുള്ളൂ. അത് നന്നായി പോകുന്ന എൻ്റെ മകൾ മാത്രമല്ല, ഇവിടെ ഏർലി ഇന്റർവെൻഷൻ പൂർത്തിയാക്കിയ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, പല സ്കൂളുകളിലും പല സ്ഥലത്തും. അതുകൊണ്ട് ഏർലി ഇന്റർവെൻഷൻ നന്നായി പൂർത്തിയാക്കിയ ഒരു കുട്ടിക്ക് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇത് സാധിക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സമയാസമയങ്ങളിൽ നമ്മൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ കണ്ടെത്തി നികത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. ഏർലി ഇന്റർവെൻഷൻ ചെയ്ത് പുറത്തു പോയാൽ പിന്നെ സാധാരണ ഒരു കുട്ടിയെ പോലെ സ്വന്തമായി പഠിക്കില്ല. പിന്നെയും അവന് സഹായങ്ങൾ ആവശ്യമുള്ള സഹായങ്ങൾ. നമുക്ക് 6 വയസ്സ് വരെ ഇവിടെ ഉണ്ടെങ്കിൽ 6 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ പ്രായത്തിൽ എത്തിയാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലേ? മനസ്സിലായി. കൊല്ലത്ത് നിന്ന് ചോദ്യങ്ങളുണ്ടോ? മാനസിക വെല്ലുവിളിയോടൊപ്പം തന്നെ ഈ കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഭാഷാ പരിശീലനം കൂടുതൽ ബുദ്ധിമുട്ടാവാറുണ്ട്. അത്തരം കേസുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അപ്പോൾ ഒന്ന് വിശദാക്കാവോ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. കാരണം ഞങ്ങൾ കേൾവിക്കുറവുള്ള കുട്ടികളെ മാത്രം ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പൊ അഡീഷണൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അതിൻ്റെതായ വിദഗ്ധരെ സമീപിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കേൾവിക്കുറവുകളുടെ ഏർലി ഇന്റർവെൻഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. വെരി സോറി. അതെ, എന്റെ പേര് ഗീതാഞ്ജലി. ഞാൻ മലപ്പൂർ ICDSൽ CDP ആണ്. ഈ സെമിനാർ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. എനിക്ക് അറിയേണ്ടത് ഈ ഏർലി ഡിക്റ്റേഷൻ സെന്ററുകളെ കുറിച്ചിട്ടാണ്. നിഷിൽ മാത്രമാണോ ഏർലി ഡിക്റ്റേഷൻ സെന്ററുകൾ ഉള്ളത്? നമുക്ക് ജില്ലകളിൽ ഡിക്റ്റേഷൻ സെന്ററുകൾ അവൈലബിൾ ആണോ? ഹലോ, കേൾക്കുന്നുണ്ട്? ഏർലി ഡിറ്റക്ഷൻ ഇപ്പോ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ഹിയറിംഗ് സ്ക്രീനിങ് അവൈലബിൾ ആണ്. സ്ക്രീനിങ്? അതെ, കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കേൾവി പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷം ഇപ്പം കേൾവിക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തിയാലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ വർക്കറുടെയോ സൈക്കോളജിസ്റ്റിന്റെയോ ഒക്കെ സഹായം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജില്ലകളിൽ നമുക്ക് അത് അവൈലബിൾ ആണോ? എല്ലാ ജില്ലകൾ ഇതുപോലത്തെ സെന്ററുകൾ ആദ്യം കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് കേൾവി സഹായി വെക്കേണ്ട കേൾവിക്കുറവാണോ എന്ന് നോക്കണം. എല്ലാ കേൾവിക്കുറവിനും കേൾവി സഹായി വെക്കേണ്ടതില്ല. കേൾവി സഹായി വെച്ചതിന് ശേഷം ഇത് ട്രെയിനിങ് തുടങ്ങേണ്ടതാണ്. അത് നിഷിലാണ് ഉള്ളത് ട്രെയിനിങ്? നിഷിലുണ്ട്, മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ എന്തായിരിക്കും മാർഗം? ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിഷിലെ സോഷ്യൽ വർക്കറിന്റെ നമ്പർ ഉണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെട്ടാൽ കേരളത്തിൽ ഉള്ള സെന്റേഴ്സിന്റെ വിവരം ലഭിക്കും. ഞാനൊരു കുട്ടിയുടെ പേരൻസ് ആണ്. 18 വയസ്സായ ഒരു കുട്ടിയുടെ പേരൻസ് ആണ്. അപ്പൊ ഈ കുട്ടിക്ക് ഹിയറിംഗ് എയ്ഡ്സ് വെച്ചിട്ട് സൗണ്ട് ഒരു ഇരമ്പൽ, ഈ വാഹനങ്ങളുടെ ഇതൊക്കെ ടൗണിലൊക്കെ ഇറങ്ങുമ്പോ വാഹനങ്ങളുടെ ഇരമ്പൽ എന്ന് പറഞ്ഞിട്ട് ഇരമ്പൽ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വെക്കണില്ല.
അത് ഇനി ഒരു ചെവിയിൽ മാത്രം വെച്ചിട്ടത് കൊണ്ട് കാണോ എന്താന്നറിയില്ല. അതിന്റെ പറ്റിയൊന്ന് പറഞ്ഞു തരാമോ? എത്ര നാളായി ഹിയറിംഗ്? എത്ര നാളായി ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്? ഒരു 3 വർഷമായില്ലേ? 3 വർഷമായി. 3 വർഷമായി ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നത്. എപ്പോ തൊട്ടുള്ള കേൾവിക്കുറവാണ്? ജനിച്ചപ്പോഴുള്ളതാണോ? എന്താണ്? ഇരമ്പല് കാരണം അവനത് ഉപയോഗിക്കണില്ല. അത് ഹിയറിംഗ് എയ്ഡ് ശരിയായ രീതിയിലായിരിക്കില്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഓരോ കുട്ടിയുടെയും കേൾക്കുന്നതിന്റെ ലെവൽ അനുസരിച്ചാണ് നമ്മളത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹിയറിംഗ് എയ്ഡ് സെന്ററുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ തന്നെയാണോ അതിന്റെ അത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒന്ന് മാത്രം വെച്ചത് കൊണ്ടാവില്ല, അതാണോ? അല്ല, 2 ചെവിയിലും കേൾവിക്കുറവുണ്ടോ? ഒന്ന് മാത്രം വെച്ചത് കൊണ്ടാവില്ല, അത് ശരിയായ രീതിയിലായിരിക്കില്ല അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടി കേൾക്കുന്ന ലെവലിൽ തന്നെയാണോ അതിന്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അതൊരു ഹിയറിംഗ് ക്ലിനിക് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് സെന്ററിൽ കൊണ്ടുപോയി അത് ചെക്ക് ചെയ്യണം. അവനിപ്പോ +2 ഇനി ഡിഗ്രിക്ക് എന്താ ചെയ്യാന്? പ്രൈവറ്റ് ചേർത്തേണ്ടി വരുമോ അതോ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാവുക? ഇപ്പം ഡിഗ്രിക്ക് ചേർക്കാനാണെങ്കിൽ നമുക്ക് നിഷില് ഹിയറിംഗ് ഇംപയർഡ് കുട്ടികൾക്കായിട്ട് ഡിഗ്രി കോഴ്സസ് ഉണ്ട്. കമ്പ്യൂട്ടർ PSc കമ്പ്യൂട്ടർ സയൻസ്, BCom, ഫൈൻ ആർട്സ് തുടങ്ങിയ കോഴ്സസ് ഉണ്ട്. അതിൽ താല്പര്യമുണ്ടെങ്കിൽ അത് ആ കോഴ്സിന് വിവരങ്ങൾ അന്വേഷിച്ച് ചേർക്കാവുന്നതാണ്. മലപ്പുറം, താങ്ക് യു. മറ്റു ചോദ്യങ്ങളുണ്ടോ? തൃശൂർ. എന്റെ പേര് ചാന്ദിനി. എന്റെ മകൾക്ക് 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളായിരുന്നു. മാസം തികയാത്ത പ്രസവം നടന്നാണ്. അവർക്ക് ഇപ്പൊ കണ്ണ് കാണുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. 3.5 വയസ്സായി. അവർ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് കേൾവി ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അത് കാരണം ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഹലോ 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 കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് അമ്മ. ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേൾവി കുറവുള്ള കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനുള്ള ഇത് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളൊരു നമ്പർ തന്നിട്ടുണ്ട് സ്ക്രീനിൽ. സോഷ്യൽ വർക്കറിന്റെ നമ്പറിൽ വിളിച്ചാൽ ഇത് ബന്ധപ്പെട്ട ആൾക്കാർ അതിന് ഉത്തരം നൽകുന്നതാണ്. ഹലോ ഹലോ, ഞങ്ങൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പർ ഇല്ലേ, ആ നമ്പറിൽ വിളിച്ചാൽ ഇങ്ങനെ കാഴ്ചയും കേൾവിയും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സിന്റെ നമ്പർ തരുന്നതാണ്. അപ്പം അവിടെ ബന്ധപ്പെട്ട് കുഞ്ഞിനെ പരിശീലനത്തിന് കൊണ്ടുപോവുക. മറ്റു ചോദ്യങ്ങളുണ്ടോ? മറ്റു ചോദ്യങ്ങളില്ല. നമുക്ക് ഇപ്പൊ എവിടെ ഇതിന്റെ സ്ഥാപനങ്ങൾ ശരിക്കും ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അറിയണം. അത് തന്നിരിക്കുന്ന നമ്പർ ഇല്ലേ, ഇപ്പൊ സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ട്, 638 എന്ന് അവസാനിക്കുന്ന. ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അറിയാൻ പറ്റും. ചോദിച്ചോ. ഹലോ, എന്റെ ഒരു കസിന്റെ കുട്ടിക്ക് വേണ്ടിയായിരുന്നു. ചോദിച്ചോ. 6 മാസം പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ശ്രവണ വൈകല്യം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കുട്ടിക്ക് നമ്മൾ ഏകദേശം എത്ര നാള് പരിശീലനം ചെയ്താലാണ് നമുക്കത് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? ഇപ്പം 6 മാസത്തിൽ നിങ്ങളത് വൈകല്യം കണ്ടുപിടിച്ചു, 6 മാസത്തിന് മുമ്പ് കണ്ടുപിടിച്ചല്ലോ. കണ്ടുപിടിച്ചു. അപ്പൊ എത്രയും ഹിയറിംഗ് എയ്ഡ് വെച്ച് തുടങ്ങിയോ? ഇല്ല, ഹിയറിംഗ് എയ്ഡ് വെച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് അനുയോജ്യമായ ഹിയറിംഗ് എയ്ഡ് വെക്കണം. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് മാത്രം പോരാ,
അവൻ ആ ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ ശബ്ദങ്ങൾ കേൾക്കും, പക്ഷെ ആ ശബ്ദങ്ങൾ എന്താണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭാഷാ പരിശീലനം ആരംഭിച്ചേ പറ്റൂ. അങ്ങനെ ആരംഭിക്കുവാണെങ്കിൽ അതിന് മാതാപിതാക്കളുടെ വീട്ടുകാരുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു 2-2.5 വർഷം കൊണ്ട് തന്നെ, അതായത് 3 വയസ്സാകുമ്പോൾ 3 വയസ്സുള്ള കേൾവിയുള്ള ഒരു കുട്ടിയുടെ ഭാഷാ ജ്ഞാനത്തിലേക്ക് അവനെ എത്തിക്കാൻ നമുക്ക് പറ്റും. കേൾക്കുന്നുണ്ടോ? അപ്പൊ എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് വളരെ നേരത്തെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത്, വളരെ വേഗം അത് തുടങ്ങണം. ശരി, ഓക്കെ മാഡം. താങ്ക് യു മാഡം. ഇനി വേറെ ചോദ്യങ്ങളുണ്ടോ? ഹലോ, DCP കൊല്ലത്ത് നിന്നാണ്. ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്. ഹലോ. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എനിക്കുള്ള മോക്ക് വേണ്ടിയിട്ടാണ്. എത്ര വയസ്സായി മോൾക്ക്? മോക്ക് 22 വയസ്സ്. ചെവി ശബ്ദം കുറവുണ്ട്, ചെവിക്ക് ഹോള് വന്നതാ. ഹോള് വന്നിട്ട് ഒരു ചെവി കഴിഞ്ഞ വർഷം VNO ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. പറഞ്ഞോളൂ. ഒരു ചെവിക്ക് ലെഫ്റ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ റൈറ്റ് ചെവി, വലത് ചെവിയില്, ലെഫ്റ്റ് ചെവിക്ക് ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓപ്പറേഷൻ വെച്ചാല് ചെയ്തോ? അതെ അതെ. കോക്ലിയർ ഇംപ്ലാന്റ്. എത്രാമത്തെ വയസ്സിലാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത്? ഇപ്പൊ 20 വയസ്സിൽ. 20 വയസ്സില്. ഓക്കെ. അതുവരെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നോ കുഞ്ഞ്? കേൾവി ചെറുതായിട്ട് കുറവുണ്ട്. ഒരു അന്ന് ചെക്ക് ചെയ്യുമ്പോൾ 40% കുറവുണ്ടായിരുന്നു. അത് ശരിയാ. ശരി. അപ്പം 40% കേൾവി കുറവുണ്ടായിരുന്നു. ആഴ്ചയിൽ ചെക്ക് ചെയ്തപ്പം കൊട്ടാരക്കര ഒരു പ്രമോദ് ഡോക്ടറിന്റെ ഇതിൽ ചെക്ക് ചെയ്തപ്പോൾ 60% ഇപ്പൊ കേൾവി കുറവുണ്ട്. ശരി. അപ്പൊ അതിനെന്ത് ചെയ്തു കേൾവി കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ? ഹലോ, കേൾവി കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത് ഹിയറിംഗ് എയ്ഡ് വെക്കണമെന്നാണ്. ഹിയറിംഗ് എയ്ഡ് വയ്ക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ, വയ്ക്കണമെന്ന്. അതെ. അപ്പൊ ഒരു ഓഡിയോളജിസ്റ്റിനെ സമീപിച്ചിട്ട് വെളിയിൽ വിലയൊക്കെ ഓരോ ഓഡിയോളജിസ്റ്റ്, നമ്മൾ ആദ്യം വിലയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, കുഞ്ഞിന് ഏറ്റവും നന്നായി കേൾക്കാൻ പറ്റുന്ന സംവിധാനത്തിനെ കുറിച്ചാണ്. അപ്പൊ ഏത് ഹിയറിംഗ് എയ്ഡാണ് അനുയോജ്യം എന്ന് ഓഡിയോളജിസ്റ്റ് പറയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ വിലയെ കുറിച്ചൊക്കെ ഒരു സോഷ്യൽ വർക്കർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. 10,000 മുതലാണ് സാധാരണ വിലകൾ തുടങ്ങുക. നമ്മൾ ഏറ്റവും നന്നായി കേൾക്കുന്ന ഒരു ഹിയറിംഗ് എയ്ഡിനെ കുറിച്ച് ചിന്തിക്കണം. ശരി, താങ്ക് യു. എന്റെ മകന് ഇപ്പം 13 വയസ്സായി. ശരി. ഹലോ. 4.5 വയസ്സ് മുതൽ കേൾവിക്കുറവ് മനസ്സിലാക്കി. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അപ്പം 4.5 വയസ്സ് മുതൽ ഇപ്പം ഇതുവരെ ഹിയറിംഗ് വെക്കുന്നുണ്ട്. ഹിയറിംഗ് എയ്ഡ് വെച്ചു. അപ്പം എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്പീച്ച് തെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും തുടർച്ച തുടങ്ങണോ? അതാണ് ചോദ്യം. ഇപ്പം എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞേ? 13 വയസ്സ്. 13. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പം 7 ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് പാസ് ആയിട്ടുണ്ട്. ആണ്. എങ്ങനെയാണ്? സാധാരണ സ്കൂളിലാണോ സ്പെഷ്യൽ സ്കൂളിലാണോ? സ്കൂളിൽ തന്നെ. സാധാരണ സ്കൂളിൽ തന്നെ. അവിടെ അവന് ഏർലി ഇന്റർവെൻ 4.5 വയസ്സാകുന്നത് വരെ അവൻ എന്തെങ്കിലും സംസാരിക്കുമായിരുന്നോ? ഇല്ല. സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി? എന്തോ? നല്ല വാക്യത്തിൽ സംസാരിക്കുമോ? അവന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ പോലെ അവൻ സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? അതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഷാന്നില്ല അക്ഷരം ഷാന്ന് പറയും. അത് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം അവന് പറ്റുന്നുണ്ടോ? അവന് വാക്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? പറയുമ്പോ അത് ക്ലിയർ ആകുന്നില്ല. ഇല്ല. അവൻ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? എങ്ങനെയാണ്? ആംഗ്യം കാണിച്ചിട്ടാണല്ലേ? അപ്പൊ അവനവിടെ ബുദ്ധിമുട്ടില്ലേ സ്കൂളില്? ബുദ്ധിമുട്ടുണ്ട്. എന്റെ അടുത്തുള്ളവർ സഹായിക്കുന്ന പറഞ്ഞത്. സഹായിച്ചാലും അത് അവന് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവനിൽ എത്തുന്നുണ്ടോ, അവനത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വീട്ടില്? അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? പഠിപ്പിക്കോ?
പഠിപ്പിക്കുവോ മോനെ? ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അവന്? അധികം നമ്മൾ ചുണ്ടു നോക്കിയിട്ടാണ് അധികം സംസാരിക്കുന്നത്. ആണ്. ചുണ്ടു നോക്കുമ്പോ ഒരു പ്രാവശ്യം പറയുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവന്റെ 13 വയസ്സുള്ള കുട്ടിയെ പോലെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അവന്? അത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അധികം ചുണ്ടു നോക്കിയിട്ടാണ് അധികം സംസാരിക്കുന്നത്. അതുപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകും. എന്ത് പറഞ്ഞാലും മനസ്സിലാവും. എന്ത് പറഞ്ഞാൽ മനസ്സിലാവുന്നു. അതേ പ്രായത്തിലുള്ള കുട്ടിയെ പോലെ. എന്തായാലും നിങ്ങളുടെ സംശയം സ്പീച്ച് തെറാപ്പി കൊടുക്കണോ വേണ്ട എന്നുള്ളതാണ്. അപ്പം സ്പീച്ച് തെറാപ്പി എന്തായാലും അവന്റെ ഒരു ഈ ഭാഷ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഒരു പരിധി വരെ ഒരു 10-12 അല്ലെങ്കിൽ ആ വയസ്സ് വരെ എപ്പോഴായാൽ തന്നെയും സ്പീച്ച് തെറാപ്പി കൊണ്ട് ഗുണമുണ്ടാകും. അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞ് 4.5 വയസ്സായവരെ ഒന്നും സംസാരിച്ചിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, ഏർലി ഇന്റർവെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ കുട്ടിയെ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അവന്റെ വേറെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. അതിന്റെ വേണ്ട നിർദ്ദേശങ്ങൾ കുഞ്ഞിനെ കണ്ടാൽ മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂ. ഈ ചോദ്യത്തിന് മറുപടി ഇതാണ്. സ്പീച്ച് തെറാപ്പി കൊണ്ട് എന്തായാലും ഗുണമുണ്ടാകും. അത് ആ പഠിപ്പിക്കുന്ന തെറാപ്പിസ്റ്റിനെ നിശ്ചയിക്കാൻ പറ്റൂ അവൻ വരണോ വേണ്ടയോ എന്നൊക്കെ. കുഞ്ഞു കൂടെ തന്നെ ഉണ്ട്. ആര്? എന്റെ മകൻ എന്റെ ഒന്നിച്ച്. ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. നേരിൽ കണ്ടാലേ നമുക്ക് ഒരു അസസ്മെന്റ് പോലെ നടത്തേണ്ടതുണ്ട്. അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഭാഷയും അവന് എഴുത്തും വായനയും എല്ലാം എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഓപ്പറേഷൻ കൊണ്ട് സാധിക്കുമോ? അതങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിയെ കണ്ട് അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചല ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാം, അല്ലെങ്കിൽ ഇതുപോലുള്ള സെന്റേഴ്സ് നിങ്ങൾക്ക് സമീപിക്കാം, ഒക്കെ ചെയ്യാം. ഹലോ, കാസർഗോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടുത്തുള്ള ഇത് ഓഡിയോളജി ക്ലിനിക്കിൽ പോവാം. അവിടെ മാർത്തോമ കോളേജ് അറിയാമോ? മാർത്തോമ തന്നെ പോകുന്നുണ്ട്. അവിടെയാണ് അവിടെ തന്നെ പോകുന്നത്. അതെ. പിന്നെ ഒരാളും കൂടിയുണ്ട്. എന്തോ? ശരി ശരി, ചോദിച്ചോ. ചോദിച്ചോ. മേഡം, ഞാൻ കാസർഗോഡ് നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് ദാമോദരൻ. എന്റെ മകന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മകന്റെ പേര് 2006 കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര ഒരു വിജയം കിട്ടിയില്ല. കാരണം അത് വൈകി ഓപ്പറേഷൻ ചെയ്തതുകൊണ്ടായിരിക്കാം. കാരണം അവൻ 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത്. കാരണം ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ഞങ്ങൾക്ക് വൈകിപ്പോയി. കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ ഓപ്പറേഷൻ ഇപ്പൊ 10th പഠിക്കുകയാണെങ്കിലും അധ്യാപകരുടെ പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണ് അവർ 10th സ്റ്റാൻഡേർഡിലേക്ക് എത്തിയത്. മറ്റുള്ള വിഷയങ്ങളെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യും. കമ്പ്യൂട്ടർ ആയാലും മറ്റേതായാലും നല്ലൊരു കലാകാരനും കൂടിയാണ്. പക്ഷെ സംസാരിക്കാൻ ഇപ്പോഴും അവനൊരു പ്രയാസം അനുഭവപ്പെടും. ഞങ്ങളത് 3-4 കുറെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 5-6 മാസം തുടർച്ചയായിട്ട് ഡോക്ടർ മനോജന്റെ സ്പീച്ച് തെറാപ്പി സെന്ററിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇത്രയും ഞങ്ങൾ ഈ കാസർഗോഡിന് അവിടെ പോകാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. ഇപ്പൊ നമ്മൾ നിർത്തിയിട്ട് കുറച്ചു കാലം മാർത്തോമ അവിടെ നിർത്തി. പിന്നെ ഇപ്പൊ സ്കൂളിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഒരു സ്പീച്ച് തെറാപ്പിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മൾ അവൻ അമ്മ നല്ല ക്ലിയർ ആയിട്ടാണ് സംസാരിക്കും. അതിന് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രയാസം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ പറയാ, ഇപ്പോൾ ഈ മറ്റുള്ളവരുടെ പരിഗണന വെച്ചും കൊണ്ട് അങ്ങനെ SLC വരെ എത്തി. SLC ചിലപ്പോ എന്തെങ്കിലും സഹതാപം കൊണ്ട് ചിലപ്പോൾ +2 എത്തിക്കാം. ഈ +2 എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുട്ടികളെ പോലെ ഇവന് പഠിക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പൊ സിലബസ്, നിങ്ങൾ പറഞ്ഞത് സിലബസ് മാറ്റാൻ പറ്റൂല. പക്ഷെ അതിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ? എനിക്ക് പറയാനുള്ളത് കുറച്ച് നേരത്തെ ഉള്ള കാര്യങ്ങൾ കൂടെ മറുപടി പറയാനുണ്ട്. ഏർലി ഇന്റർവെൻഷൻ ചെയ്യുന്നതും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതും ഒന്നല്ല. ഏർലി ഇന്റർവെൻഷനിൽ ഒരു ഭാഗം മാത്രമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നല്ലൊരു ഹിയറിംഗ് എയ്ഡ് കുട്ടിക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് കോക്ലിയർ ഇംപ്ലാന്റ് കൊണ്ട് ചെയ്യേണ്ടത്. ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ നേരത്തെയുള്ള ഭാഷ സാധാരണ കുട്ടികളിൽ വളരുന്ന സമയത്ത് തന്നെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളൊക്കെ ഭാഷ പഠിച്ച പോലെ തന്നെയാണ്
ആ കുട്ടികളുടെ ഭാഷ പഠിക്കുന്നത്. നമ്മൾ പ്രായം കഴിയും തോറും ആ ഭാഷ ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ആശയവിനിമയം നടത്താനും ആ ആശയവിനിമയം കൊണ്ടും ഭാഷ കൊണ്ടും ഉപയോഗങ്ങൾ ഉണ്ടാക്കാനും വളരെയേറെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതിൻ്റെ ഫലം കുറയുകയും ചെയ്യും. ഇപ്പം നിങ്ങളുടെ കുട്ടി 6 വയസ്സ് വരെ എന്ത് ചെയ്തിരുന്നു, ഏർലി ഇന്റർവെൻഷൻ ചെയ്തോ, അവൻ 6 വയസ്സായപ്പോൾ എത്രത്തോളം ഭാഷ ഉണ്ടായിരുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അവൻ്റെ മുന്നോട്ടുള്ള പഠനവും അതിന് കൊടുക്കുന്ന സഹായവും. നല്ലൊരു ഭാഷയും നല്ല ഭാഷ വശമാക്കുകയും ചെയ്ത ഒരു കുട്ടിക്ക് സഹായങ്ങളും അതുപോലെ കുറവായിരിക്കും. ആ കുട്ടിയുടെ ആവശ്യം അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സഹായം നമ്മൾ എന്നും കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം എൻ്റെ മോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നെങ്കിലും ഇപ്പം ഞാൻ ഒരു സഹായവും ചെയ്യുന്നില്ല. സാധാരണ ഒരു കുട്ടിക്ക് ചെയ്യുന്ന അതേ സഹായമേ ചെയ്യുന്നുള്ളൂ. അതേസമയം സ്കൂളിൽ ഒരു 12ാം ക്ലാസ് വരെയും അവൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പിറകിൽ നിന്ന് അത് എന്താണ് മനസ്സിലാക്കി ആ കാര്യത്തിന് നമ്മൾ അനുയോജ്യമായ സഹായം കൊടുക്കണം. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് അത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അത് എന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. സിലബസിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ഓരോയിടത്തും അതിൻ്റെതായ സിലബസ് ഉണ്ട്. ആ സിലബസിൽ നമ്മുടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് ചേർക്കുക. അല്ലാതെ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിലബസ് ചുരുക്കിയിട്ട് ഒരുപാട് കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ചേർന്നാലും അവരെ എഴുതിയെടുക്കുന്ന അവർക്ക് വേറെ സഹായങ്ങളൊന്നും പ്രൊഫഷണൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇല്ല. അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ളതെന്ന് പറഞ്ഞാൽ അവർ നേടിയെടുക്കുന്ന മാർക്കിന്റെ 25% അവർക്ക് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ കോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് അത് എവിടെയാണ് അന്വേഷിച്ചാൽ ഇപ്പം ഈ നമ്മുടെ സോഷ്യൽ വർക്കറുമായിട്ട് ബന്ധപ്പെടാം. ആ ശരിയായ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഉതകുന്ന തരത്തിലുള്ള കോഴ്സുകൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ കുഞ്ഞിലുള്ള കഴിവുകളെ കണ്ടെത്തി അത് നികത്തിയെടുക്കുക. ഇപ്പം എല്ലാം കേൾക്കുന്നതുകൊണ്ടും സംസാരിച്ചുകൊണ്ടും മാത്രം ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൽ കൂടെ മുന്നേറണമെന്നോ അല്ലെങ്കിൽ എല്ലാ കോഴ്സും നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് ചെയ്യണമെന്നോ ഇല്ല. എത്ര സംസാരിക്കുന്ന കുട്ടിയായാലും എത്ര ഭാഷയുള്ള കുട്ടിയായാലും അവന് അവൻ്റെതായ ചില താല്പര്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് പറഞ്ഞ് അത് തന്നെ വലിയ ഭാഗ്യമാണ്. ആ കഴിവുകളെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള കോഴ്സിന് ചേർക്കുക. അത് അവൻ അവിടെ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുക. അല്ലെങ്കിൽ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിലബസ് ചുരുക്കിയും അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇന്ന് നമുക്കിവിടെ നിലവിലുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഹലോ എന്താണ്? +2 കഴിഞ്ഞിട്ട് നിഷിൽ ഡിഗ്രിക്ക് ചേർക്കാനുള്ള സംവിധാനം ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, +2 കഴിഞ്ഞിട്ട് നിഷിൽ ഡിഗ്രി കോഴ്സുകളുണ്ട്, BSc ഉണ്ട്, BCom ഉണ്ട്, BFA കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് അതിൻ്റെതായ രീതികളുണ്ട്. അതിന് നിഷിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. +2ന്റെ റിസൾട്ട് അറിഞ്ഞ ഉടനെ ബന്ധപ്പെടേണ്ടതാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരികയും ചെയ്യും. നിങ്ങൾക്ക് നിഷിലെ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം ചെവിക്ക് അത് ചെവിക്ക് അകത്ത് ഓപ്പറേഷൻ വെളിയിൽ കാണാത്ത രീതിയിലുള്ളത് വെക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി സംസാരിക്കാനായിരുന്നു. എന്താണ് നേരത്തെ ഞാൻ എന്റെ മക്കളെ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. ഇടയ്ക്ക് കട്ടായി പോയി, വേറെ കോള് വന്നു. പറഞ്ഞു. എന്താണ് അപ്പൊ അത് നമുക്ക് അത് ചെവിക്ക് അകത്ത് ഉള്ളിൽ വെക്കത്തക്ക രീതിയിലുള്ള സംവിധാനം വേണമെന്നുള്ളതാണ്, വെളിയിൽ കാണാതെ. ഇയർഫോണോ, ഹിയറിംഗ് എയ്ഡ്, ശ്രവണ സഹായിയുടെ കാര്യമാണോ? അതിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് ഓഡിയോളജിസ്റ്റിനെ തന്നെ സമീപിക്കേണ്ടതാണ്. ഓഡിയോളജിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അവന് ചെവിക്ക് അകത്ത് വെച്ചാൽ അത് ഉപകരിക്കുമോ, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണ് അതിന്റെ വിശദാംശങ്ങൾ ഓഡിയോളജിസ്റ്റിനെ സമീപിച്ച് കുട്ടിയെ കൊണ്ടുപോയി പരിശോധിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് നമ്മളിങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ നിങ്ങൾ പോയി ഓഡിയോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല അത്. ഹലോ മാഡം, ഒരു ഡൗട്ട് ഉണ്ടേ. 9 വയസ്സുണ്ട്. അവന് മേലുണ്ടാക്കിൽ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. അങ്ങനെ
ഓപ്പറേഷൻ ചെയ്തതാ. ഏത് ഓപ്പറേഷനാണ് ചെയ്തത്? ക്ലെഫ് പാലത്തിന്റെ. ക്ലെഫ് പാലറ്റ്. അപ്പൊ അതിന് സംസാരമൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതിന്റെയാണ് ഒരു സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അന്ന് ഇപ്പൊ അടുത്ത സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോ ഒരു കേൾവിയുടെ ഇച്ചിരി പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത്. അത് ശരി. കേൾവിക്കുറവ് ഇപ്പോഴാണോ മനസ്സിലാക്കിയത്? അതെ, ഇപ്പോഴാ മനസ്സിലാക്കിയത്. അതിന്റെ മറുപടി ഓഡിയോളജിസ്റ്റ് പറയും. ഹലോ, ഓപ്പറേഷൻ എപ്പോഴാണ് ചെയ്തത്? ഓപ്പറേഷൻ 9ാം മാസത്തിൽ ചെയ്തായിരുന്നു. അതിനുശേഷം സ്പീച്ച് തെറപ്പി ഉണ്ടായിരുന്നോ? സ്പീച്ച് തെറാപ്പി പതുക്കെ സംസാരിക്കും, പക്ഷേ നല്ലതുപോലെ തിരിയത്തില്ല എന്നേ ഉള്ളൂ. വ്യക്തമാവുന്നില്ല. പിന്നെ കേൾവിക്കുറവ് എപ്പോഴാണ് കണ്ടത്? കേൾവിക്കുറവ് ഇപ്പൊ ഈ 6 മാസമായതേ ഉള്ളൂ അറിഞ്ഞിട്ട്. അത് ചെക്ക് ചെയ്തപ്പോ എന്താണ് പറഞ്ഞത്? ഓഡിയോളജിസ്റ്റ് ചെക്ക് ചെയ്തോ? അന്ന് ഈ ഓപ്പറേഷൻ ചെയ്തതിന്റെ പ്രശ്നം അതുകൊണ്ടാന്നാ പറയുന്നത്. ഈ കഫം കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്തത്. അതിപ്പോ ഇൻഫെക്ഷൻസിന്റെ മെഡിസിൻസ് എടുത്താൽ മതി. അത് ഏത് തരത്തിലുള്ള കേൾവിക്കുറവാണെന്ന് നോക്കണം. ഇൻഫെക്ഷൻസ് അങ്ങനെ വരുന്നതാണെങ്കിൽ നമ്മൾ മെഡിസിൻസിൽ കൂടെ മാറുന്നതാണ്. അതായത് ചെവിയുടെ ഉള്ളിലുള്ളത് ആണെങ്കിൽ മാത്രമേ കേൾവി സഹായി വെക്കേണ്ടതുള്ളൂ. ടെസ്റ്റ് ഇനി ഓപ്പറേഷൻ ചെയ്താൽ ഇത് മാറത്തില്ല. ഇത് ഇങ്ങനെ ഇതുകൊണ്ടുള്ളതായതുകൊണ്ട് ഇത് ഇയർഫോൺ വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇയർഫോൺ വെക്കണം. ഏത് തരത്തിലുള്ള കേൾവിക്കുറവാണെന്ന് പറഞ്ഞായിരുന്നു? അതിങ്ങനെ ഈ എയർ പുറത്തു പോവാതെ ഇങ്ങനെയുള്ള എന്തോ പ്രശ്നമായി ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണെന്നാ പറയുന്നത്. അത് ഓപ്പറേഷൻ ചെയ്താൽ മാറാൻ സാധ്യതയില്ല. അത് ചെവിയുടെ ഉൾചെവിയിലുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇയർഫോൺ വെക്കേണ്ട കാര്യമുള്ളൂ. അതപ്പോ എത്ര കേൾവിക്കുറവ് ഇത് എത്ര ഉണ്ടെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. 40% ഉണ്ട്. 40%. അത് ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടാണെന്നാണോ പറഞ്ഞേ? എപ്പോഴും ഇൻഫെക്ഷൻസ് വരാറുണ്ടോ മോന്? ഇൻഫെക്ഷൻസ് കൊണ്ട് ഉള്ളതാണെങ്കിൽ നമുക്കത് മെഡിസിൻസ് എടുക്കാം. ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട കാര്യമില്ല. അത് ഏത് തരത്തിലുള്ള കേൾവിക്കുറവ് ഇപ്പൊ ചെവിക്ക് ഉള്ളിലോ ഇന്നർ ഇയറിലുള്ളതാണെങ്കിൽ അത് കേൾവി സഹായി വെക്കേണ്ടി വരും. അതപ്പോ നിങ്ങൾ കുഞ്ഞിനെ കാണിച്ചിട്ട് ഒരു ഓഡിയോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഏത് തരത്തിലുള്ളതാണ് ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വെച്ചാൽ മതി. ഓക്കെ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. 13 വയസ്സായി. ജനിച്ച ആ സമയത്ത് തന്നെ കേൾവിക്കുറവ് കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ചെവിയുടെ ഈ പുറത്തെ കവറിംഗ് ഇല്ലായിരുന്നു. അത് കാരണമാണ് കേൾവി ടെസ്റ്റ് ചെയ്തത്. ഒരു 12 വയസ്സ് വരെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാതെ തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നിഷിൽ വന്ന് പലതവണ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസാരത്തിനൊന്നും ഒരു കുഴപ്പമില്ല. മറ്റു കുട്ടികളെ പോലെ തന്നെ സാധാരണ സ്കൂളിലാണ് പഠിക്കുന്നത്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഒരു 2 വർഷമായിട്ട് ഹിയറിംഗ് എയ്ഡ് ഒരു ചെവിയിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെവിയിൽ വെച്ചാൽ തന്നെയും അത് നമ്മൾ നല്ല ഉച്ചത്തിൽ സംസാരിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ. കാരണം 2 ചെവിക്കും കേൾവിക്കുറവുണ്ട്. പക്ഷേ ഈ ഒരു ചെവിയിൽ ഈ പുറത്തെ കവറിംഗ് ഇല്ലാത്തത് കാരണം ആ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ് വെക്കാനും സാധിക്കുന്നില്ല. അപ്പൊ ആ ചെവിയിൽ നമുക്ക് കേൾവി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അത് മറ്റേ ചെവിയിൽ വെച്ചിരിക്കുന്ന 2 ചെവിയിലും കേൾവിക്കുറവില്ലേ? 2 ചെവിയിലും കേൾവിക്കുറവുണ്ട്. അപ്പൊ മറ്റേ ഇടത് ചെവിയിലെ പോലത്തെ ഹിയറിംഗ് എയ്ഡ് മറ്റേ വലത് ചെവിയിൽ വെക്കാൻ പറ്റില്ല. വേറെ തരത്തിലുള്ളതുണ്ട്. ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. അപ്പൊ അതൊന്ന് ഓഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ആ തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ് കുഞ്ഞിന് യൂസ്ഫുൾ ആവോ എന്നുള്ളത് നോക്കണം. മറ്റേ നമ്മൾ സാധാരണ വെക്കുന്ന ചെവിയുടെ പിന്നിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ് ഈ ഒരു പ്രോബ്ലത്തിന് പറ്റില്ല. അതുപോലെ ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എപ്പോഴാണ് ചെയ്യുന്നത്? ഇപ്പൊ ഈ കുട്ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഈ കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച് കുറച്ചുനാൾ നോക്കും. ഒരു മിനിമം 6 months എങ്കിലും നോക്കി ബെനിഫിറ്റ് ഇല്ലെങ്കിൽ മാത്രമേ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുള്ളൂ. ഈ ബാഹ സർജറി അതിന്റെ നേട്ടങ്ങളും അതിന്റെ ദോഷങ്ങളും എന്താണെന്ന് പറഞ്ഞു തരാമോ? ബാഹ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞത് ഈ ബോൺ കണ്ടക്ഷൻ ഇപ്പം ഒരു ചെവിയുടെ പുറമേയുള്ള ഭാഗം ഇല്ലാന്നുണ്ടെങ്കിൽ ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് എയ്ഡ് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതിനുള്ള സർജറി അതൊരു ENT ഡോക്ടറൊക്കെ ഡീറ്റെയിൽസ് തരാൻ പറ്റുള്ളൂ സർജറിയെ കുറിച്ച്.
ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് സാധാരണ ഹിയറിംഗ് എയ്ഡ് ഇല്ലാതെ കേൾക്കുന്ന ആ കേൾവിയിൽ നിന്നും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് കുറച്ച് കുറയുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ട്. ഹിയറിംഗ് എയ്ഡ് നിരന്തരമായിട്ട് യൂസ് ചെയ്യണം. കാരണം കുറച്ചുള്ള ആ കേൾവിയാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത്. അതെ, ഇത് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചാൽ ആ ഉള്ള കേൾവിക്ക് കുറവുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഉപയോഗിച്ചാൽ കുറയില്ല. ഓ ശരി ശരി. ഓക്കെ. ഒരു ഹിയറിംഗ് എയ്ഡ് അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എങ്കിലും ഹിയറിംഗ് എയ്ഡ് നമ്മൾ വച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ എടുത്ത് ആരാണോ അത് വെച്ച് കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞ് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ പോലെ മുൻപ് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവന്റെ ഹിയറിംഗ് എയ്ഡ് അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ബാറ്ററി 15 ദിവസം, ചില ബാറ്ററികൾ 15 ദിവസം വർക്ക് ചെയ്യും, ചിലത് വളരെക്കാലം മുൻപേ. അത് ബാറ്ററിയാണ്, ചിലപ്പോൾ അതിന് മുൻപ് തന്നെ അതിന്റെ വർക്ക്, അതിന്റെ എഫിഷ്യൻസി കുറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളത് നോക്കേണ്ടതുണ്ട്. അന്ന് നോക്കിയിട്ട് കുഞ്ഞിന് ഓഡിബിൾ അല്ല എങ്കിൽ ബാറ്ററി മാറ്റണം, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ദിവസവും 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ വേണം. നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഈ സ്കൂളിലെല്ലാം ആരാവണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ശരി. അപ്പോ പറ്റാതെ നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ പറ്റാതെ ഒന്നും വരില്ല. അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലോകത്ത്, വേറെ എന്തെല്ലാം നല്ല നല്ല ജോലികളുണ്ട് എന്നൊക്കെ അവനെ നിരുത്സാഹപ്പെടുത്താതെ, എന്നാൽ മറ്റൊരു ലക്ഷ്യം അവനെ കാണിച്ചു കൊടുത്ത് വേണം മുൻപോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ അതൊന്നും പറ്റത്തില്ല എന്നങ്ങ് അടച്ചു പറയുകയല്ല. നോക്കാം, അത് പറ്റുന്നില്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം ജോലികളുണ്ട് എന്നങ്ങ് പറയാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും നിഡാസ് ടീമിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ക്ലാസ് എടുത്ത മിസ് അപ്നയ്ക്കും മിസ് ജയലക്ഷ്മിക്കും നിഡാസ് ടീമിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.